SC/ST നിയമ ഭേദഗതിയിൽ പ്രതിഷേധിച്ചുള്ള ഭാരത് ബന്ദിൽ വ്യാപകാക്രമണം. ഉത്തർപ്രദേശിൽ സമരാനുകൂലികൾ പോലീസ് സ്റ്റേഷന് തീയിട്ടു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അക്രമം വ്യാപിക്കുന്നു. പഞ്ചാബിൽ ഇന്റർനെറ്റ് സേവനം വിച്ഛേദിച്ചു. കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ SC/ST നിയമത്തിൽ പുനഃപരിശോധനാ ഹർജി നൽകി. വിവരങ്ങളുമായി വിഷ്ണു ചേരുന്നു. വിഷ്ണു, SC/ST സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആക്രമണം കൂടുതൽ സങ്കീർണമായ, കൂടുതൽ ഗുരുതരമായ അവസ്ഥയിലേക്ക് എത്തുന്നു എന്ന ഏറ്റവും പുതിയ വിവരങ്ങളാണോ ലഭിക്കുന്നത്? ക്രമസമാധാന നില തകരുന്നു. വിവരങ്ങൾ നേരത്തെ തന്നെ രംഗത്തെത്തിയിരുന്നു. ഇവർ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ആഹ്വാനം ചെയ്തിരുന്നു ഇന്ന് ഭാരത് ബന്ദ് നടത്തുമെന്ന്. ഇതിലൊരു വ്യാപക അക്രമം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ ഒരു വിലയിരുത്തലുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി ഈ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ ശക്തമായ ഒരു സുരക്ഷാ ക്രമീകരണം നടത്തിയിരുന്നെങ്കിലും ഇന്ന് രാവിലെ മുതൽ ദളിത് സംഘടനകളെല്ലാം തന്നെ തെരുവിലിറങ്ങി വലിയ തോതിലുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളെല്ലാം തന്നെ അക്ഷരാർത്ഥത്തിൽ കത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഉത്തർപ്രദേശിൽ നിരവധി വാഹനങ്ങൾ കത്തിക്കുകയും പോലീസ് സ്റ്റേഷൻ അടക്കം ഈ ദളിത് ആനുകൂലികൾ സമരാനുകൂലികൾ കത്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഉത്തർപ്രദേശിലുള്ളത്. അതുപോലെ ഇപ്പോൾ രാജസ്ഥാൻ, ഡൽഹി, പഞ്ചാബ്, ഹരിയാന എല്ലാ സംസ്ഥാനങ്ങളിലും പ്രത്യേകിച്ച് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ അക്രമ സംഭവങ്ങൾ നടക്കുന്നത്. അതുപോലെ ട്രെയിൻ ഗതാഗതം അടക്കം തടസ്സപ്പെട്ടിട്ടുണ്ട്. ഒഡീഷ, ബീഹാർ ഈ സംസ്ഥാനങ്ങളിലെല്ലാം ട്രെയിൻ ഗതാഗതം താറുമാറായിരിക്കുകയാണ്. സമരാനുകൂലികൾ ട്രെയിനുകൾ തടഞ്ഞു. അതുപോലെ തന്നെ ഇവിടെയെല്ലാം രാജസ്ഥാനിലടക്കം നിരവധി കടകൾ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ ഒരു പുനഃപരിശോധന ഹർജി നൽകിയിട്ടുണ്ട്. അതിനുശേഷം നിയമമന്ത്രിയായിട്ടുള്ള രവിശങ്കർ പ്രസാദ് പറഞ്ഞത്, ഞങ്ങൾ ദളിതർക്ക് എതിരല്ല, ദളിതരുടെ വികാരങ്ങളെല്ലാം മാനിക്കുന്ന ഒരു സർക്കാരാണ് NDA സർക്കാർ. ദളിതരുടെ വികാരങ്ങളെല്ലാം മാനിക്കുന്ന സർക്കാരാണ്. ഏറ്റവും കൂടുതൽ ദളിത് MPമാരുള്ള ഒരു സർക്കാരാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവരുടെ വികാരങ്ങൾ മാനിക്കുന്നു. ഇവരുടെ വികാരം മാനിച്ചിപ്പോൾ സുപ്രീം കോടതിയിൽ പുനഃപരിശോധന ഹർജി നൽകിയിട്ടുണ്ട് എന്നൊരു വാദമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്നാൽ അവിടെയാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകളെ വിശ്വാസത്തിലെടുക്കാൻ ദളിത് സംഘടനകൾ തയ്യാറാകുമോ? കാരണം ഇതുവരെ സ്വീകരിച്ചു പോന്ന നിലപാടുകളൊക്കെ തന്നെ ഇക്കാര്യത്തിൽ എന്തായാലും കേന്ദ്ര സർക്കാരിനെ വിശ്വാസത്തിൽ എടുക്കാത്തൊരു സാഹചര്യത്തിലേക്ക് ദളിത് സംഘടന പോകും. അങ്ങനെയുണ്ടെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ ക്രമസമാധാന പ്രശ്നത്തിലേക്ക് വരും എന്നാണോ നമ്മൾ കണക്ക് കൂട്ടേണ്ടത്? തീർച്ചയായും പ്രജീഷ്, രവിശങ്കർ പ്രസാദിന്റെ ഭാഗത്തു നിന്നും ഈ ഒരു പ്രതികരണം വന്നത് മുതൽ തന്നെ ദളിത് സംഘടനകൾ പറയുന്നത്, അവരുടെ ഒരു പ്രതികരണം എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് ഈ സർക്കാരിൽ വിശ്വാസമില്ല. കുറെ നാളുകളായി ദളിതർക്ക് എതിരെയുള്ള അതിക്രമമാണ് കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ഈ സർക്കാരിനെ വിശ്വാസമില്ല. അതുകൊണ്ട് ഞങ്ങൾ തെരുവിലിറങ്ങി ഞങ്ങളുടെ അവകാശങ്ങൾക്കായി ഞങ്ങൾ പ്രതിഷേധിക്കും എന്ന ഉറച്ച തീരുമാനമാണ് ഇപ്പോൾ ദളിത് സംഘടനകളെല്ലാം തന്നെ അറിയിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയ അക്രമത്തിൽ റോഡുകളെല്ലാം തന്നെ ഗതാഗതം മുഴുവൻ തന്നെ താറുമാറായിരിക്കുന്നു. ഇപ്പോൾ പഞ്ചാബിൽ ഇന്ന് നടക്കാനിരുന്ന പരീക്ഷകളെല്ലാം തന്നെ മാറ്റിവെച്ചിരിക്കുന്നു. ഇന്ന് +2-ൻ്റെയും 10ാം ക്ലാസ്സിൻ്റെ പരീക്ഷകൾ നടക്കാനുണ്ടായിരുന്നു. ഈ പരീക്ഷകൾ മാറ്റിവെച്ചു. അതുപോലെ തന്നെ പഞ്ചാബിൽ ഇന്നലെ മുതൽ തന്നെ പഞ്ചാബ് സർക്കാർ വളരെ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ ഒരു മുൻകരുതലുകൾ സ്വീകരിച്ചിരുന്നു. ഇന്നലെ മുതൽ പഞ്ചാബിൽ ഇന്റർനെറ്റ് സേവനങ്ങളെല്ലാം തന്നെ വിച്ഛേദിച്ചിരിക്കുകയാണ്. അതുപോലെ ഗതാഗത സൗകര്യങ്ങളെല്ലാം തന്നെ നിർത്തലാക്കിയിട്ടുണ്ട്. സ്കൂളുകൾക്ക്, സർക്കാർ സ്ഥാപനങ്ങൾക്ക് എല്ലാം തന്നെ അവധി പ്രഖ്യാപിച്ച ഇങ്ങനെ വളരെ വലിയ തരത്തിലുള്ള ഒരു മുൻകരുതലാണ് പഞ്ചാബ് സർക്കാർ ഇക്കാര്യത്തിൽ ഇന്നലെ മുതൽ കൈക്കൊള്ളുന്നത്. ഈ BJP സർക്കാരിനെതിരെയുള്ള ഒരു പ്രക്ഷോഭമാണ് ഇപ്പോൾ ദളിത് സംഘടനകൾ നടത്തുന്നത്. വ്യക്തമാണ്. SC/ST നിയമ ഭേദഗതിയിൽ പ്രതിഷേധിച്ച് ദളിത് സംഘടനകൾ നടത്തുന്ന മാർച്ച്, രാജ്യവ്യാപകമായ മാർച്ച് അക്രമാസക്തമാകുന്നു എന്ന ഏറ്റവും പുതിയ വിവരങ്ങളാണ് ദില്ലിയിൽ നിന്നും വിഷ്ണു നൽകിയത്.
മറ്റൊരു വാർത്തയിലേക്ക്. രാജസ്ഥാനിൽ കർഷക സമരത്തിന് നേരെ പോലീസിന്റെ വെടിവയ്പ്. സമാധാനപരമായി സമരം നടത്തിയ കർഷകർക്ക് നേരെയാണ് പോലീസ് വെടിവെച്ചത്. വിവരങ്ങളുമായി ശരത് ചേരുന്നു. ശരത്, അതായത് കർഷക സമരത്തെ ഏത് വിധേനയും അടിച്ചമർത്തുക, കർഷക പ്രക്ഷോഭം വർദ്ധിക്കുന്നത് അല്ലെങ്കിൽ ഏറുന്നത്, അതിൽ നിന്നും ഒരുപക്ഷെ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് ഭയപ്പാടോടുകൂടി അതിനെ രക്തരൂക്ഷിതമായ നിലയിലേക്ക് അടിച്ചമർത്താനുള്ള നീക്കം, അതാണോ കാണുന്നത്? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ അക്രമവുമായി ബന്ധപ്പെട്ട്? പ്രജീഷ്, തീർച്ചയായും കഴിഞ്ഞ 22 ദിവസമായി രാജസ്ഥാനിലെ ജയ്പൂർ ജില്ലയിലെ ചോമുവിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ടോൾ പ്ലാസ അത് അനധികൃതമായാണ് പ്രവർത്തിക്കുന്നത് എന്നാൽ തന്നെ അത് പൂട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് 22 ദിവസമായി അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ കർഷകരും ജനങ്ങളും വലിയ സമരത്തിലാണ്. ഈ സമരത്തെ ഇന്നലെ അഖിലേന്ത്യാ കിസാൻ സഭ ഉപാധ്യക്ഷനായിട്ടുള്ള അമ്രാറാം അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് യാതൊരു പ്രകോപനവുമില്ലാതെ ടിയർ ഗ്യാസും അതുപോലെ തന്നെ ഗ്രനേഡും പ്രയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇത്തരമൊരു ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ സംഘർഷമാണ് മേഖലയിൽ രൂപപ്പെട്ടത്. 12 കിസാൻ സഭാ നേതാക്കൾ, അഖിലേന്ത്യാ കിസാൻ സഭാ നേതാക്കൾ ഉൾപ്പെടെ 12 പേർക്ക് നല്ല പരിക്ക് ഏറ്റിട്ടുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. തുടർന്ന് അമ്രാറാം ഉൾപ്പെടെയുള്ള ആളുകളെ സമോദ് പോലീസ് സ്റ്റേഷനിലേക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയുമായിരുന്നു. പിന്നീട് തങ്ങളുടെ നേതാക്കളെ നിരുപാധികം വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് വലിയ പ്രതിഷേധം അവിടെയുള്ള സമര സമിതിയുടെ ഭാഗത്ത് നിന്നും വലിയ പ്രതിഷേധമാണ് ഉയർന്നു വന്നത്. അമ്രാറാമിനെ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കിയിട്ടുണ്ട്. അതേസമയം ജില്ലാ കളക്ടറിന്റെയും അതുപോലെ തന്നെ സബ് ഡിവിഷണൽ ഓഫീസറിന്റെയും ഓഫീസിന് മുന്നിൽ ജനങ്ങൾ സമരം ചെയ്യുകയാണ്. നേതാക്കളെ നിരുപാധികം വിട്ടയക്കണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ഇവിടെ 2 വർഷക്കാലമായി ഈ ഒരു വിഷയം ഉന്നയിച്ചുകൊണ്ട് വലിയ പ്രതിഷേധമാണ് അവിടുത്തെ നാട്ടുകാർ അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നത്. വസുന്ധര രാജ സർക്കാർ നിരന്തരമായി കർഷകരുടെ എല്ലാ പ്രതിഷേധങ്ങളെയും പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അടിച്ചമർത്തുകയാണ് എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി ഈ ഒരു കേസ് മാറിയിരിക്കുകയാണ്. മുൻപും അവിടെയുള്ള കിസാൻ സഭാ നേതാക്കൾക്ക് നേരായി നിരവധി തവണ കേസെടുക്കുന്ന ഒരു സാഹചര്യം 2017. അതായത് ഈ നേതാക്കളെ അറസ്റ്റ് ചെയ്തു, നേതാക്കളെ അടിച്ചമർത്തുന്നു, അവരെ ആക്രമിക്കുന്നു, അതിലൂടെ സമരത്തെ ഇല്ലാതാക്കാനുള്ള അല്ലെങ്കിൽ വീര്യം നശിപ്പിക്കാനുള്ള ഒരു നിലപാടിലേക്കായിരിക്കും എന്തായാലും ഭരണകൂടം പോകുന്നത്. രാജസ്ഥാനിൽ കർഷക വിരുദ്ധ നീക്കങ്ങൾ തുടർന്ന് വരുന്നത് ഒരു തുടർക്കഥയാണ്. ആ സാഹചര്യത്തിൽ എന്തായാലും ഇതിനുശേഷം, ഈ അക്രമത്തിന് ശേഷം കിസാൻ സഭ നേതൃത്വം നൽകുന്നവർ എന്താണ് പ്രതികരിക്കുന്നത്? ശക്തമായി തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനം സമരവുമായി? പ്രജീഷ്, തീർച്ചയായും സമരം അവസാനിപ്പിക്കാൻ ഏതായാലും അഖിലേന്ത്യാ കിസാൻ സഭ തീരുമാനിച്ചിട്ടില്ല എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. CPIM പോളിറ്റ് ബ്യൂറോ ഈ അക്രമത്തിൽ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ SFI ഈ അക്രമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. 2017 സെപ്റ്റംബർ മുതൽ നിരന്തരമായി അഖിലേന്ത്യാ കിസാൻ സഭ നേതാക്കൾക്ക് നേരായി ഒരു കടന്നാക്രമണം രാജസ്ഥാനിലെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണിത്. കാരണം 2017 സെപ്റ്റംബർ മുതൽ നിരന്തരമായി കർഷക സമരങ്ങളിലൂടെ അവിടെയുള്ള ജനങ്ങളുടെ പ്രശ്നം ഏറ്റെടുക്കാൻ കിസാൻ സഭ തയ്യാറായിരുന്നു. അതിനെല്ലാം തന്നെ നേതൃത്വം നൽകിയിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ് അമ്രാറാം. അങ്ങനെ തിരഞ്ഞുപിടിച്ചുകൊണ്ട് അവിടെയുള്ള കിസാൻ സഭ നേതാക്കളെ തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന ഒരു സാഹചര്യം, അവരെ കള്ളക്കേസിൽ കൊടുക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇവിടെ വ്യക്തമാകുന്നത്. മുൻപ് കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുൻപ് പവൻറാമിനെയും അതുപോലെ തന്നെ പവൻ ദഗലിനെയും 2 പേരെയും അറസ്റ്റ് ചെയ്യുന്നു, കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ നിലയിൽ കിസാൻ സഭ നേതാക്കളെ ആകെ തന്നെ അറസ്റ്റ് ചെയ്ത് അവരെയെല്ലാം തന്നെ ഈ സമരത്തിന്റെ മുന്നണിയിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ശ്രമങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ജനങ്ങളുടെ പ്രതിഷേധത്തെ ഏത് വിധേനയും ഇല്ലാതാക്കാമെന്നാണ് അവിടെയുള്ള സർക്കാർ, BJP സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രജീഷ്, ശരി, വ്യക്തമാണ്. രാജസ്ഥാനിൽ കർഷകർക്ക് നേരെ, കർഷകരുടെ മാർച്ചിനും പ്രതിഷേധത്തിനും നേരെയാണ് ഇപ്പോൾ വെടിവയ്പ് ഉണ്ടായിരിക്കുന്നത്. അമ്രാറാം കിസാൻ സഭ നേതാവ്, ദേശീയ നേതാവിന് നേരെയാണ് ഇപ്പോൾ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. വിശദാംശങ്ങളാണ് ശരത് നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. വോട്ടർ ID ആധാറുമായി ബന്ധിപ്പിക്കുന്നതിനോട് വ്യക്തിപരമായി യോജിക്കാൻ കഴിയില്ലെന്ന് കേന്ദ്ര വിവര സാങ്കേതിക വകുപ്പ് മന്ത്രി രവിശങ്കർ പ്രസാദ് പറഞ്ഞു. ഒരു കേന്ദ്രമന്ത്രി എന്ന നിലയ്ക്കല്ല താൻ ഇക്കാര്യം പറയുന്നത്. എന്നാൽ തൻ്റെ വ്യക്തിപരമായ അഭിപ്രായം വോട്ടർ ID-കൾ ആധാറുമായി ബന്ധിപ്പിക്കേണ്ട എന്ന് തന്നെയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിശദാംശങ്ങളുമായി രേഷ്മ ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുന്നു. രേഷ്മ, അതായത് ആധാറുമായി ബന്ധപ്പെട്ട് ആധാറിൻ്റെ ഒരു വിശ്വാസ്യത അടക്കം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ഘട്ടത്തിലേക്കാണ് എത്തുമ്പോഴാണ് ഇപ്പോൾ ID-യുമായിട്ട് ഇതിനെ ബന്ധിപ്പിക്കാനുള്ള നീക്കം നടന്നത്. ഇതിനെ വ്യക്തിപരമായ ഒരു നിലയിൽ
രവിശങ്കർ പ്രസാദും നിയമമന്ത്രി ഇതിനെ ഏത് രീതിയിൽ കാണുന്നു? ഈ സാഹചര്യം എന്താണ്? ഇങ്ങനെ അഭിപ്രായം രേഖപ്പെടുത്തുക. പ്രജീഷ്, അത് തന്നെയാണ്. കേന്ദ്ര സർക്കാർ ഒരു പൗരന്റെ സ്വകാര്യതയെ ഏറ്റവും രഹസ്യമായി നിരീക്ഷിക്കുന്നു എന്നുള്ള ആരോപണം ഏറ്റവും ശക്തമായി രാജ്യത്തുടനീളം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കേന്ദ്ര വിവര സാങ്കേതിക വകുപ്പ് മന്ത്രി രവിശങ്കർ പ്രസാദ് ഇത്തരം ഒരു പ്രസ്താവന പറഞ്ഞത് എന്നുള്ളത് ഒരുപക്ഷെ ആധാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കും വിവാദങ്ങൾക്കും പുതിയ മാനങ്ങളാണ് സൃഷ്ടിക്കുന്നത്. വോട്ടർ ഐ ഡിയുമായി ആധാർ ബന്ധിപ്പിക്കേണ്ട എന്ന ഒരു സ്വകാര്യ പരിപാടിയിൽ ബാംഗ്ലൂരിൽ വെച്ചാണ് അദ്ദേഹം പറഞ്ഞത്. ഒരുപക്ഷെ സുപ്രീം കോടതി പോലും ആധാറിനെ പറ്റിയുള്ള വിശ്വാസ്യതയെ ചോദ്യം ചെയ്തുള്ള പ്രസ്താവനകൾ ഒരുപക്ഷെ കേന്ദ്രത്തിന് വളരെ അധികം തിരിച്ചടിയായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഒരു കേന്ദ്രമന്ത്രി ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത് എന്നതും വളരെ ശ്രദ്ധേയമാണ്. ശരി, രേഷ്മയാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേള. പുറത്തിലേക്ക്. മുൻ റേഡിയോ ജോക്കി രാജേഷിന്റെ കൊലപാതകത്തിൽ കൊട്ടേഷൻ കൈകാലുകൾ മുറിക്കാനായിരുന്നുവെന്ന് സൂചന. കാലുകളും ഒരു കൈയും മുറിക്കാനായിരുന്നു കൊട്ടേഷനെന്നും കൊലപ്പെടുത്താൻ ഉദ്ദേശം ഇല്ലായിരുന്നുവെന്നും പോലീസിന് സൂചന ലഭിച്ചതായാണ് വിവരം. വിശദാംശങ്ങൾ സുനിൽ അരിമാനൂർ നൽകും. സുനിൽ, അതായത് കൊട്ടേഷൻ നൽകിയത് വിദേശ ബന്ധം, വിദേശത്തെ ഒരു നൃത്താധ്യാപികയുടെ ഭർത്താവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ ദുരൂഹതകൾ വരുന്നു. അന്വേഷണവുമായി ബന്ധപ്പെട്ട് നിർണായകമായ വിശദാംശങ്ങളാണോ പുതുതായി ലഭിക്കുന്നത്? അതായത് സംശയത്തിന്റെ നിഴലിൽ ആയ ആളുകളെ കുറിച്ച് കൂടുതൽ തെളിവുകൾ പോലീസിന് ലഭിക്കുന്നുണ്ട്. പ്രജീഷ്, റേഡിയോ ജോക്കി രാജേഷിനെ കൊലപ്പെടുത്താനല്ല, മറിച്ച് കൈകാലുകൾ മുറിച്ചെടുക്കാനുള്ള കൊട്ടേഷനാണ് നൽകിയതെന്നാണ് ചോദ്യം ചെയ്യലിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലുള്ളവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഇതനുസരിച്ചാണ് പ്രതികളെ തേടിയുള്ള അന്വേഷണം ഇപ്പോൾ ഊർജിതമാക്കിയിരിക്കുന്നത്. ഈ ഒരു കൊട്ടേഷൻ, അതായത് കൈകാലുകൾ വെട്ടിയെടുക്കാനുള്ള നിർദ്ദേശം തന്നെയാണ് കൊട്ടേഷൻ സംഘ തലവനും സഹായികളും നടപ്പാക്കിയത് എന്നുള്ളത് നമുക്ക് രാജേഷിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. രാജേഷിന്റെ കൈപ്പത്തി വളരെ ക്രൂരമായി വെട്ടിയെടുക്കുന്ന തരത്തിലും കാലുകൾ മുട്ടു മുതൽ താഴോട്ട് വെട്ടി നുറുക്കുന്ന തരത്തിലുമായിരുന്നു. ഏകദേശം 20-ലധികം മുറിവുകളാണ് ഉണ്ടായിരുന്നത്. മറിച്ച് കൊലപ്പെടുത്താനുള്ള തരത്തിൽ ഒരു വെട്ടും ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല. കഴുത്തിലോ തലയിലോ അല്ലെങ്കിൽ ചെസ്റ്റിന്റെ ഭാഗത്തോ അത്തരത്തിൽ യാതൊരു തരത്തിലുള്ള മുറിവുകളും രാജേഷിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതും ഫോറൻസിക്കിന്റെയും അതുപോലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. അത് തന്നെയാണ് കൊട്ടേഷൻ സംഘം പറഞ്ഞത്. രക്തം വാർന്നതിനെ തുടർന്നാണ് മരണകാരണം എന്നുള്ള ഒരു കാര്യമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ രാജേഷിനെ നേരത്തെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ രക്ഷപ്പെടാമായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഈ രണ്ട് പ്രതികളെ എവിടെയാണ് ഒളിവിൽ കഴിയുന്നത് എന്നുള്ളത് സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള സൂചനകൾ ലഭിച്ചു എന്നുള്ള വിവരവും ഇപ്പോൾ പോലീസ് കൈമാറുന്നുണ്ട്. അവരുടെ പേര് അതേസമയം ഈ നൃത്താധ്യാപികയുടെ ഭർത്താവുമായി ബന്ധപ്പെട്ട, കാരണം ഇതിന്റെ കൃത്യത്തിലേക്ക് വരുമ്പോൾ ഗൂഢാലോചന സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങൾ സ്ഥിരീകരിക്കപ്പെടണം. അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനുള്ള സാഹചര്യം പോലീസ് കൂടുതൽ നിരീക്ഷണങ്ങളിലേക്കും മറ്റ് സംവിധാനങ്ങൾ, ഇന്റർപോൾ അടക്കമുള്ള സംവിധാനങ്ങളുടെ സാധ്യതകൾ തേടിയേക്കാം. ഇപ്പോൾ അദ്ദേഹം ഒളിവിൽ പോയി എന്നൊക്കെയുള്ള തരത്തിലുള്ള വാർത്തകൾ കൂടി സ്ഥിരീകരിക്കാതെ വരുന്നുണ്ട്. എന്തായാലും അന്വേഷണ സംഘം കൃത്യമായ പ്രത്യേക ടീമാണല്ലോ ഇക്കാര്യം അന്വേഷിക്കുന്നത്. ഒരു പ്രത്യേക പ്ലാറ്റ്ഫോമിലൂടെ കാര്യങ്ങൾ ഉറപ്പിച്ച് തന്നെ നീങ്ങുന്നുണ്ടോ? ഉടൻ തന്നെ ഒരു പക്ഷേ രണ്ട് പ്രതി ഇപ്പോൾ ഈ നേരിട്ട് ബന്ധപ്പെട്ട ആളുകൾ പിടിയിലാകാനുള്ള സൂചനയുണ്ട്. അങ്ങനെയെങ്കിൽ കാര്യങ്ങൾ എളുപ്പമാകും. ഇതിന്റെ മോട്ടീവ് എന്താണ് ഇക്കാര്യത്തിൽ? തീർച്ചയായും പ്രജീഷ്, ഇതിനകത്ത് കൊട്ടേഷൻ കൊടുത്തത്, അതായത് രാജേഷുമായി വഴിവിട്ട ബന്ധമുള്ള ഖത്തറിലെ മലയാളി യുവതിയുടെ ഭർത്താവാണ്. ഇയാളെ തേടിയുള്ള അന്വേഷണം ഇപ്പോൾ വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഖത്തർ പോലീസുമായും ഇന്ത്യൻ എംബസിയുമായുള്ള ഒരു ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇയാളെ കണ്ടെത്തുന്നതിന് വേണ്ടി, ഇയാൾ ഖത്തറിലെ ഒരു വ്യവസായി കൂടിയാണ്, ഇയാളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പോലീസിന്റെ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇയാൾ ഈ സംഭവത്തിന് ശേഷം ഒളിവിൽ പോയി എന്നുള്ള വിവരമാണ് ഖത്തർ പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ തന്നെ ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണ സംഘത്തിലുള്ള 2 പോലീസ് ഉദ്യോഗസ്ഥർ ഖത്തറിലേക്ക് പോകാനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ യുവതിയുമായി പോലീസ് മണിക്കൂറുകളോളം ചോദ്യം ചെയ്യൽ നടത്തിയിരുന്നു. ഫോണിൽ ഏത് സമയം വേണമെങ്കിലും താൻ കേരളത്തിൽ എത്താമെന്നും തനിക്കറിയാവുന്ന വിവരങ്ങൾ പങ്കുവയ്ക്കാമെന്നും യുവതി പോലീസിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. കാരണം യുവതിയുടെ ഭർത്താവാണ് കൊട്ടേഷൻ നൽകിയത് എന്ന് യുവതി തന്നെ പോലീസിനോട് സംശയം പ്രകടിപ്പിച്ച സാഹചര്യം പോലീസ് നിർണായകമായി എടുക്കുകയാണ്. ഏതായാലും പ്രതികളെ കിട്ടിയാൽ മാത്രമേ ഇനി തുടർ അന്വേഷണം മുന്നോട്ട് പോവുകയുള്ളൂ എന്ന സ്ഥിതിയാണ്. അതിനുവേണ്ട ഊർജിതമായിട്ടുള്ള നിരീക്ഷണത്തിലാണ് ഇപ്പോൾ പോലീസ്. ശരി, സുനിലാണ് രാജേഷ് വധുവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിശദാംശങ്ങൾ നൽകിയത്. ഇനി വടകരയിലേക്ക് പോയാൽ, വടകരയിൽ വിവാഹ വീഡിയോയിൽ നിന്നും സ്ത്രീകളുടെ ചിത്രങ്ങൾ എടുത്ത് മോർഫ് ചെയ്ത് അശ്ലീല ദൃശ്യങ്ങൾ ഉണ്ടാക്കിയ സംഭവത്തിൽ സ്റ്റുഡിയോ ഉടമകൾ കസ്റ്റഡിയിലായി. ഇവരെ വയനാട്ടിൽ നിന്നാണ് പിടികൂടിയത്. വിവരങ്ങൾ ലതീഷ് നൽകും. ലതീഷ്,
അതായത് പിടിയിലായവരെ കുറിച്ചുള്ള ചോദ്യം ചെയ്യൽ നിർണായകമായിരിക്കും. കൃത്യം സംബന്ധിച്ച് മോട്ടീവ് എന്താണ്, ഇതുവഴി കൂടുതൽ ആളുകളിലേക്ക് ഇതൊക്കെ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ, കൂടുതൽ പരാതിക്കാരുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലേക്ക് പ്രാഥമികമായി എത്താൻ കഴിയുന്ന അറസ്റ്റാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വിശദാംശങ്ങൾ. പ്രജീഷ്, വടകരയിൽ വിവാഹ വീഡിയോകളിൽ നിന്നും ഫോട്ടോകളിൽ നിന്നും സ്ത്രീകളുടെ ദൃശ്യങ്ങൾ വെട്ടിമാറ്റി അശ്ലീല ചിത്രങ്ങൾക്കൊപ്പം ചേർത്ത് പ്രചരിപ്പിച്ച കേസിലാണ് ഇപ്പോൾ സ്റ്റുഡിയോ ഉടമകൾ പിടിയിലായിരിക്കുന്നത്. കേസെടുത്ത ശേഷം ഒളിവിൽ കഴിയുകയായിരുന്ന സതീഷ്, അതേപോലെ തന്നെ സഹോദരൻ ദിനേശ് എന്നിവരെ വയനാട്ടിൽ വെച്ചാണ് പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. 9 ദിവസമായി ഇവർ പോലീസിന്റെ കണ്ണുവെട്ടിച്ച് കഴിയുകയായിരുന്നു. സ്റ്റുഡിയോ ജീവനക്കാരൻ ബിബീഷ് ഇപ്പോഴും ഒളിവിൽ കഴിയുകയാണ്. ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിലും പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രതികൾക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാനുള്ള നീക്കത്തിലായിരുന്നു അന്വേഷണ സംഘം. 100ഓളം പേരുടെ ഫോട്ടോകൾ മോർഫ് ചെയ്തെന്ന് പോലീസ് പ്രാഥമികമായി തന്നെ കണ്ടെത്തിയിരുന്നു. പിടിയിലായവരെ ചോദ്യം ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. ഒപ്പം പ്രതീഷ് സൂചിപ്പിച്ച പോലെ തന്നെ കൂടുതൽ പരാതിക്കാരും ഇനി പുറത്തു വരാനുള്ള സാധ്യതയും പോലീസ് കാണുന്നുണ്ട്. എന്തായാലും കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യലിനായി പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം കസ്റ്റഡിയിൽ വാങ്ങാനുള്ള തീരുമാനത്തിലാണ് അന്വേഷണ സംഘം. വനിതാ സെൽ CI, വടകരയിലെ വനിതാ സെൽ CI ഭാനുമതിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രജീഷ്. ശരി, ലതീഷാണ് വിവരങ്ങൾ നൽകിയത്. ഒരു വാർത്തയിലേക്ക്. ദേവസ്വം ബോർഡിലെ നിലവിലെ നിയമന രീതി ഭരണഘടനാ വിരുദ്ധമല്ലെന്ന് ഹൈക്കോടതി. പ്രവർത്തനം സുതാര്യമാക്കുന്നതിന് നിരവധി മാർഗനിർദ്ദേശങ്ങൾ ഹൈക്കോടതി പുറപ്പെടുവിച്ചു. കൊച്ചി, തിരുവിതാംകൂർ ദേവസ്വം ബോർഡുകൾ പിരിച്ചുവിടണമെന്നും ക്ഷേത്രങ്ങളുടെ ഭരണം തിരിച്ചേൽപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് കൊച്ചിയിലെ അഭിഭാഷകൻ TG മോഹൻദാസ് സമർപ്പിച്ച ഹർജിയിലാണ് ദേവസ്വം ബെഞ്ചിന്റെ ഉത്തരവ്. ഉമേഷ് ചേരും വിശദാംശങ്ങളുമായി. ഉമേഷ്, അതായത് നിലവിലെ രീതിയിൽ സംശയം ലെവലേശം പ്രകടിപ്പിക്കുന്നില്ല ഹൈക്കോടതി, സുതാര്യത കാണുന്നു. എന്താണ് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ? പ്രജീഷ്, ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ നിയമന രീതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് ആരോപിച്ചുള്ള ഹർജിയാണ് ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്. ദേവസ്വം ബോർഡ് നിയമനങ്ങളിലെ നിയമസാധുത കോടതി ശരിവെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ നിയമനങ്ങളിൽ കൂടുതൽ സുതാര്യത ആവശ്യമുണ്ട്. അതിനായി കോടതി പ്രത്യേക മാർഗനിർദ്ദേശം കൂടി പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്നാൽ എന്താണ് ഈ മാർഗനിർദ്ദേശങ്ങൾ എന്നതിന്റെ വിശദാംശങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ദേവസ്വം ബോർഡുകളുടെ രൂപവൽക്കരണം ഭരണഘടനാ വിരുദ്ധമാണെന്നും ബദൽ സംവിധാനം വേണമെന്നും ആവശ്യപ്പെട്ടാണ് RSS നേതാവ് കൂടിയായ TG മോഹൻദാസ് ഹൈക്കോടതിയെ സമീപിച്ചത്. ദേവസ്വം ബോർഡുകളുടെ ഭരണം രാഷ്ട്രീയ പാർട്ടികളുടെയും മുന്നണികളുടെയും താല്പര്യത്തിനനുസരിച്ചാണ്, ഹിന്ദു മതവിശ്വാസപ്രകാരമല്ല എന്നും മറ്റും ചൂണ്ടിക്കാട്ടിയാണ് ഈ ഹർജി സമർപ്പിച്ചിരുന്നത്. എന്നാൽ ഈ ഹർജിയിൽ ആരോപിക്കുന്നത് പോലെ ഭരണഘടനാ വിരുദ്ധമായല്ല നിയമനങ്ങൾ എന്ന് കോടതി കണ്ടിരിക്കുന്നു. അപ്പം ഇതിന് നിയമസാധുത നൽകുക കൂടി ചെയ്തിട്ടുണ്ട്. എങ്കിലും നിയമനങ്ങൾ കൂടുതൽ സുതാര്യമാകേണ്ടതുണ്ട്. അതിനായി ചില മാർഗനിർദ്ദേശങ്ങളാണ് ഹൈക്കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ മത്സരിക്കുന്നവർ ആരൊക്കെയാണ് നിയമിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വെബ്സൈറ്റിൽ ഇടുന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്നാണ് സൂചന. മാത്രമല്ല, ഈ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് പൊതുജനങ്ങളുടെ അഭിപ്രായം കൂടി കണക്കിലെടുക്കണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ ഈ മാർഗനിർദ്ദേശങ്ങളിലുണ്ട് എന്നാണ് വിവരം ലഭിക്കുന്നത്. എന്നാൽ ഇത് ഔദ്യോഗികമായി പുറത്തു വന്നിട്ടില്ല. ഏതായാലും ഭരണഘടനാ വിരുദ്ധമാണ് എന്ന പ്രധാന ആരോപണം കോടതി തള്ളിയിരിക്കുന്നു. പ്രജീഷ്. ശരി ഉമേഷ്. കർദിനാൾ അൾത്താരയിൽ കയറി കള്ളം പറയുന്നുവെന്ന് AMT. മാർ ജോർജ് ആലഞ്ചേരി കർദിനാൾ സ്ഥാനം ഒഴിയണമെന്നും AMT ആവശ്യപ്പെട്ടിരിക്കുന്നു. വിഷ്ണു പ്രസാദ് ചേരുന്നു വിവരങ്ങളുമായി. വിഷ്ണു, അതായത് വിശുദ്ധ വാരത്തിൽ കർദിനാൾ സഭാ വിശ്വാസികളെ അഭിസംബോധന ചെയ്ത കാര്യങ്ങളെയൊക്കെയും തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് AMT ഇപ്പോൾ രംഗത്തെത്തുന്നത്. എന്താണ് അവരുടെ ആവശ്യം? കഴിഞ്ഞ കാലങ്ങളായി സഭ ഭൂമി ഇടപാട് വിഷയത്തിൽ AMTയും അതുപോലെ തന്നെ അങ്കമാലി അതിരൂപതയിലെ കർദിനാളിനെ അനുകൂലിക്കുന്നവരും തമ്മിലുള്ള പ്രശ്നം രൂക്ഷമായി നിൽക്കുകയായിരുന്നു. പാസ്റ്ററൽ കൗൺസിലിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ പോലും ഈ ചേരിതിരിവ് വ്യക്തമാവുകയുണ്ടായി. അന്ന് കർദിനാൾ വിരുദ്ധ പക്ഷത്തിനാണ് വിജയിച്ചത്. അതിനുശേഷം നടത്തിയ സമ്മേളനത്തിൽ സെക്രട്ടറി എന്ന് പറയുകയുണ്ടായി, പ്രശ്നങ്ങൾ ഇനി മുതൽ രമ്യമായി പരിഹരിക്കപ്പെടാൻ ചർച്ചകൾക്ക് കളമൊരുങ്ങുകയാണെന്ന്. എന്നാൽ ചർച്ചകൾക്ക് കളമൊരുങ്ങുന്നു എന്ന സെക്രട്ടറിയുടെ വാക്കുകളെ പോലും തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ കർദിനാൾ രംഗത്തെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വിശുദ്ധ വാരത്തിലെ പ്രധാന ദിവസങ്ങളിലെല്ലാം തന്നെ അൾത്താരകളിൽ നടത്തിയ പ്രശ്നം രമ്യമായി പരിഹരിക്കപ്പെട്ടു എന്ന് തന്നെയാണ് കർദിനാൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഇത് പച്ചക്കള്ളമാണെന്ന് ആരോപിച്ചുകൊണ്ടാണ് അൽമായ പ്രവർത്തകരുടെ സംഘടനയായ AMT ഇന്ന് രംഗത്തെത്തിയിട്ടുള്ളത്. കഴിഞ്ഞ വെള്ളിയാഴ്ച, അതായത് ദുഃഖവെള്ളി ദിനത്തിൽ ഇവർ യോഗം ചേരുകയും യോഗം ചേർന്നതിന് ശേഷം പ്രശ്നപരിഹാരങ്ങൾക്ക് തുടക്കമാകുന്നതേ ഉള്ളൂ എന്ന് തന്നെയാണ് AMT പ്രവർത്തകരും ആവർത്തിച്ചത്. എന്നാൽ ഇതിനെയെല്ലാം തള്ളിക്കൊണ്ടാണ് കർദിനാൾ ഇത്തരത്തിൽ
പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കപ്പെട്ടുവെന്നും ഇടവകയിലെ വിശ്വാസികൾക്ക് നന്ദി അർപ്പിക്കുന്നു എന്നതിനുള്ള രീതിയിൽ പ്രചാരണം നടത്തിയത്. ഇതേ തുടർന്ന് AMT പ്രവർത്തകർ ഇതിനെതിരെ വിശുദ്ധവാരമായതിനാൽ പ്രതികരിച്ചില്ല എന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. എന്നാൽ നാളെ നടക്കാനിരിക്കുന്ന സുപ്രീം കോടതിയുടെ വിസ്താരത്തിനൊടുവിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് AMT ഇതിൽ അറിയിക്കുന്നത്. പ്രശ്നങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പരിഹാരമായിട്ടില്ല. കേസിൽ കക്ഷികളായ AMTയെ അറിയിക്കാതെയാണ് കർദിനാൾ ഇത്തരത്തിൽ പ്രശ്നങ്ങൾക്ക് രമ്യമായി പരിഹരിച്ചു എന്ന രീതിയിൽ കള്ളം പറയുന്നത് എന്ന് തന്നെ AMT പറയുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഇതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടത് സഭയിലെ ഭൂമിയിടപാട് പ്രശ്നങ്ങൾ ഒരു തരത്തിലും രമ്യതയിൽ എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രജീഷ്. ശരി വിഷ്ണു. CBSE ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ബുധനാഴ്ച സുപ്രീംകോടതി പരിഗണിക്കും. പുനഃപരീക്ഷ നടത്തണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയും മലയാളി വിദ്യാർത്ഥികൾ നൽകിയിട്ടുള്ള ഹർജികളും അന്ന് തന്നെ പരിഗണിക്കും. അതേസമയം വിഷയത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികളിൽ ദില്ലി ഹൈക്കോടതിയും വാദം കേൾക്കും. പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷണം ഊർജിതമാക്കി. ചോദ്യപേപ്പർ ചോർന്നതിൽ CBSE ഉദ്യോഗസ്ഥരുടെ പങ്കും പോലീസ് അന്വേഷിച്ചു വരികയാണ്. മൊസൂളിൽ ഭീകരവാദികൾ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ 39 ഇന്ത്യക്കാരിൽ 38 പേരുടെ മൃതദേഹാവശിഷ്ടം ഇന്ന് ഇന്ത്യയിൽ എത്തിക്കും. മരിച്ച ഒരാളുടെ ഭൗതിക അവശിഷ്ടവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. 39 ഇന്ത്യക്കാരെ ഭീകരർ വധിച്ചു എന്ന കാര്യം മാർച്ച് 20-നാണ് സുഷമ സ്വരാജ് രാജ്യസഭയെ അറിയിച്ചത്. വിശദാംശങ്ങളുമായി ഹരീഷ് ചേരുന്നു. ഹരീഷ്, അതായത് കേന്ദ്ര സഹമന്ത്രി തന്നെ നേരിട്ട് പോകുന്ന ഇറാഖിൽ എത്തി കാര്യങ്ങൾ വിലയിരുത്തുന്നു. അതേസമയം ദുരൂഹതകൾ ഇപ്പോഴും ഏറുകയാണ്. ഇന്ന് മൃതദേഹം എത്തിക്കുന്നത് വൈകുമെന്നാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരങ്ങൾ. പ്രതീഷ്, കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി VK സിംഗ് ഇന്നലെ ഏപ്രിൽ 1-ാം തീയതി തന്നെ ഇറാഖിലേക്ക് തിരിച്ചിരുന്നു. ഈ മൃതദേഹാവശിഷ്ടങ്ങൾ എല്ലാം തന്നെ ഇന്ത്യയിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായി തന്നെ എല്ലാ പേപ്പർ വർക്കുകളും അതുപോലെ തന്നെ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങുന്നതുമായി അദ്ദേഹം ഇന്നലെ തന്നെ ഇന്ത്യയിൽ നിന്ന് ഇറാഖിലേക്ക് പോയിരുന്നു. എന്നാൽ തുടർന്ന് ഇന്ന് രാവിലെ തന്നെ അദ്ദേഹം മൃതദേഹങ്ങളെല്ലാം തന്നെ ഏറ്റുവാങ്ങി. പക്ഷെ 39 പേരാണ് 39 പേരെയാണ് അന്ന് ഇറാഖിലുള്ള ഭീകരർ തട്ടിക്കൊണ്ടുപോയത്. അതിൽ 38 പേരുടെ മൃതദേഹാവശിഷ്ടങ്ങൾ മാത്രമേ ഇന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളൂ. ഒരാളുടെ മൃതദേഹവുമായി അനിശ്ചിതത്വം നിലനിൽക്കുന്നു. അദ്ദേഹത്തിന്റെ DNA പരിശോധന ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ, അതുപോലെ തന്നെ പേപ്പർ വർക്കിൽ എന്തൊക്കെ ചെറിയ തകരാറുകളുണ്ടെന്നാണ് നമുക്ക് കിട്ടിയുള്ള വിവരം. എന്തായാലും 38 പേരുടെ മൃതദേഹാവശിഷ്ടങ്ങൾ ഇന്ന് ഇന്ത്യയിൽ എത്തിക്കും. കൽക്കത്ത, പാട്ന, അതുപോലെ തന്നെ അമൃത്സർ ഇങ്ങനെയുള്ള 3 സ്ഥലങ്ങളിലാണ് മൃതദേഹങ്ങൾ എത്തിക്കുക. അവിടെ തന്നെ എല്ലാ കുടുംബങ്ങളും മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ള കാര്യം. നിലവിൽ 25 പേരാണ് പഞ്ചാബിൽ നിന്ന് മരിച്ചിട്ടുള്ളത്. പഞ്ചാബിലാണ് ഏറ്റവും കൂടുതൽ പേര് മരിച്ചത്. പഞ്ചാബ് സ്വദേശികളായ നിർമ്മാണ തൊഴിലാളികളാണ് അമൃത്സറിൽ നിന്ന് ഇറാഖിൽ നിന്ന് മരിച്ചത്. നിലവിൽ 40 പേരായിരുന്നു അന്ന് 40 പേരെയാണ് ഇവർ തട്ടിക്കൊണ്ടുപോയത്. അതിൽ 39 പേരും കൊലപ്പെടുത്തി. ഒരാൾ അതായത് ഈ പറഞ്ഞ ഹർജിത് മസീഹ് എന്ന വ്യക്തി രക്ഷപ്പെട്ടു. എന്നാൽ അദ്ദേഹം 2014 ജൂലൈ തന്നെ ഇന്ത്യയിൽ വന്ന് ഇക്കാര്യം അറിയിച്ചിരുന്നു. ഇന്ത്യയിലുള്ള 39 സ്വദേശി ഇന്ത്യക്കാരെ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. അവരെ കൊലപ്പെടുത്തി അവരെ ഒരു കുഴിയിൽ തന്നെ കുഴിച്ചു മൂടുക എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വന്നത്. എന്നാൽ അതിനുശേഷം ഈ സുഷമ സ്വരാജ് പറഞ്ഞു അവർ സുരക്ഷിതരാണ്, അവർക്കൊരു കുഴപ്പമില്ല. എന്നാൽ നീണ്ട 4 വർഷത്തിന് ശേഷം 2014 പറഞ്ഞ വാർത്തയ്ക്ക് ശേഷം 2018 മാർച്ച് 20-നാണ് സുഷമ സ്വരാജ് ഈ കാര്യം രാജ്യസഭയിൽ അറിയിച്ചത്. അന്ന് വ്യക്തി പറഞ്ഞത് അവർ മരിച്ചു, അവരെ നമ്മളെ വിട്ടു പിരിഞ്ഞു എന്ന് പറഞ്ഞു. 4 വർഷം ഈ വാർത്ത മറച്ചു വെച്ചു എന്ന തരത്തിലെല്ലാം പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രാജ്യസഭയിലും ലോകസഭയിലും വളരെ വലിയ പ്രക്ഷുബ്ധങ്ങൾ തന്നെ നടന്നിരുന്നു. എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഭൗതിക ശരീരങ്ങൾ ഇന്ന് ഇന്ത്യയിൽ എത്തിക്കാൻ പറ്റും എന്നാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ള കാര്യം. നിലവിൽ 39 പേരും 38 പേരുടെ മൃതദേഹാവശിഷ്ടങ്ങളാണ് ഇന്ന് ഇന്ത്യയിൽ എത്തിക്കുക. പ്രതീക്ഷ. ശരി, ഹരീഷാണ് വിവരം നൽകിയത്. ജേക്കബ് തോമസ് തിങ്കളാഴ്ച നേരിട്ട് ഹാജരാകണമെന്ന് ഹൈക്കോടതി. ജേക്കബ് തോമസിനെതിരെയുള്ള കോടതിയലക്ഷ്യ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഇന്ന് ഹാജരാകാനായിരുന്നു കോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നത്. എന്നാൽ സുപ്രീം കോടതി കേസ് പരിഗണിക്കുന്നതിനാൽ ഇന്ന് ഹാജരാകുന്നതിൽ നിന്നും ഒഴിവാക്കണമെന്ന ജേക്കബ് തോമസിന്റെ ഉപഹർജി പരിഗണിച്ചാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഹൈക്കോടതി ജഡ്ജിമാർക്കെതിരെ ജേക്കബ് തോമസ് വിജിലൻസ് കമ്മീഷന് പരാതി അയച്ചതും അത് മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചതും കോടതി അലക്ഷ്യമാണെന്ന് ആരോപിച്ചുള്ള ഹർജിയിലാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് നടപടികൾ തുടങ്ങിയത്. പീപ്പിൾ TV എക്സ്ക്ലൂസീവ്. കരിവിളക്കിലെ ക്രിസ്ത്യൻ പള്ളി ആക്രമിച്ച സംഭവത്തിൽ പ്രതികളുടെ RSS BJP ബന്ധം തെളിയിക്കുന്ന കൂടുതൽ തെളിവുകൾ പുറത്ത്. കേസിലെ മുഖ്യപ്രതി സനു 2012 മുസ്ലിം പള്ളി ആക്രമണ കേസിലെ പ്രതിയാണ്. സനുവിന്റെ കൂട്ടുപ്രതിയായിരുന്നവരിൽ RSSന്റെ സംസ്ഥാന നേതാവും പള്ളി ആക്രമണ കേസിലെ മറ്റൊരു പ്രതിയായ കോലാപ്പി അരുൺ DYFI നേതാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ RSS പ്രവർത്തകനെന്നും FIR. പ്രതികളുടെ രാഷ്ട്രീയ ബന്ധം തെളിയിക്കുന്ന പഴയ കേസുകളുടെ FIR റിപ്പോർട്ടിന്റെ പകർപ്പ് പീപ്പിൾ TVക്ക് ലഭിച്ചു.
കരിമുളക്കിലെ ക്രിസ്ത്യൻ പള്ളി ആക്രമിച്ചതിന് പിന്നിൽ RSS ബന്ധമുള്ളവരാണെന്ന് വാർത്ത കൊടുത്തതിന് പിന്നാലെ പീപ്പിൾ ടിവിക്കെതിരെ PS ശ്രീധരൻപിള്ളയും BJPയുടെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് K സോമനും രൂക്ഷമായ പ്രതികരണമാണ് നടത്തിയത്. നികൃഷ്ടമായ മാധ്യമ പ്രവർത്തനമാണ് ഒരു ചാനൽ നടത്തുന്നതെന്നായിരുന്നു പീപ്പിളിന്റെ പേരെടുത്ത് പറയാതെ അവർ പ്രതികരിച്ചത്. അവരുടെ 2-3 പേരുടെയും രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം എന്റെ പ്രസ്ഥാനത്തിനൊരു ബന്ധവുമില്ല എന്ന കാര്യം പകൽ പോലെ വ്യക്തമാണ്. എന്നിട്ടും ഈ കുപ്രചരണം നടത്തുന്ന ചാനലുകൾ ഒരു ചാനൽ മാത്രമാണ് നടത്തുന്നത്. ദൗർഭാഗ്യകരമാണ്. സംഘപരിവാർ സംഘടനകളുമായി ഇവർക്ക് യാതൊരു ബന്ധവുമില്ല, ഒരു ബന്ധവുമില്ല. അത് ആവർത്തിച്ചു പറയാൻ തയ്യാറാണ്. ഇതോടെയാണ് പ്രതികളുടെ RSS ബന്ധം തെളിയിക്കുന്ന തെളിവ് തപ്പി പീപ്പിൾ വാർത്താ സംഘം പുറപ്പെട്ടത്. പ്രതികളായ കോലാപ്പി അരുണും സനുവും സജീവ RSS പ്രവർത്തകരും നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിരുന്നവരുമാണ്. 2012 കരിമുളക്കലിൽ പറയംകുളം മുസ്ലിം പള്ളിക്ക് നേരെ ഉണ്ടായ ആക്രമണ കേസിലെ 18ാം പ്രതിയാണ് സനു. ഇതേ കേസിൽ RSSന്റെ സംസ്ഥാന കാര്യവാഹായിരുന്ന കൃഷ്ണൻകുട്ടി, ഹിന്ദു ഐക്യവേദി നേതാവ് വിനോദ്, ചാരമൂട്ടിലെ RSS കാര്യവാഹ് കരിമുളക്കൽ മോഹൻ എന്നിവരടക്കം 19 പ്രതികളാണുള്ളത്. നൂർനാട് പോലീസ് സ്റ്റേഷനിൽ 915/2012 എന്ന ക്രൈം നമ്പറിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ 4 മാസങ്ങൾക്ക് മുമ്പാണ് കുറ്റപത്രം സമർപ്പിച്ചത്. 153A ചുമത്തിയ കേസിൽ സർക്കാരിന്റെ പ്രോസിക്യൂഷൻ അനുമതിക്കായി പോലീസ് അവയാണ്. സനു ഇന്ന് വെളുപ്പിനെ കരിമുളക്കലിൽ ക്രിസ്ത്യൻ പള്ളി ആക്രമിച്ച കേസിലെ 2ാം പ്രതിയാണ്. പള്ളി ആക്രമണ കേസിലെ മറ്റൊരു പ്രതിയായ കോലാപ്പി അരുൺ ഓമല്ലൂർ സ്വദേശിയായ DYFI നേതാവ് മനോഹരനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ 2ാം പ്രതിയാണെന്ന FIR റിപ്പോർട്ടും പുറത്തായി. 2008 നൂർനാട് പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ 93/2008 എന്ന ക്രൈം നമ്പറിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ കോലാപ്പി അരുണിനൊപ്പം പ്രതികളായവരും RSS പ്രവർത്തകർ തന്നെയാണ്. പള്ളി ആക്രമണ കേസിലെ മറ്റൊരു പ്രതിയായ സനിൽ രാജ് കോൺഗ്രസ് നേതാവും മാവേലിക്കര നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയുമായിരുന്ന ബൈജു കലാശാലയുടെ അടുത്ത ബന്ധുവാണ്. ഇത് ചൂണ്ടിക്കാട്ടിയാണ് പ്രതികൾ RSSകാരല്ല എന്ന് BJP നേതൃത്വം പ്രചരിപ്പിക്കുന്നത്. ചാരമൂട്ടിലെ പള്ളി ആക്രമണ കേസിലെ പ്രതികളുടെ രാഷ്ട്രീയ പശ്ചാത്തലം പകൽ പോലെ വ്യക്തമായിട്ടും അത് മറച്ചുവെച്ച് പീപ്പിൾ ടിവിയുടെ മുകളിൽ കുതിര കയറാനാണ് BJPയുടെ നീക്കം. S ജീവൻകുമാർ, ചെങ്ങന്നൂർ. പ്രതിപക്ഷ പ്രതിഷേധം ഇരുസഭകളിലും രാജ്യസഭയിലും ലോക്സഭയിലും ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞിരിക്കുന്നു. കാവേരി ബോർഡ് രൂപീകരണവുമായി ബന്ധപ്പെട്ട് ലോക്സഭയിൽ കനത്ത പ്രതിഷേധമാണ് പ്രതിപക്ഷം ഉയർത്തി. അതേസമയം ചീഫ് ജസ്റ്റിസിനെതിരായി ഇംപീച്ച്മെന്റ് ഉയർത്തി രാജ്യസഭയിലും പ്രതിപക്ഷം പ്രതിഷേധം ഉയർത്തി. വിശദാംശങ്ങൾ വിഷ്ണു നൽകും. വിഷ്ണു, ഇരുസഭയിലും പ്രതിപക്ഷ ഐക്യനിര ശക്തമായ രീതിയിൽ പ്രതിഷേധിച്ചു. അതേസമയം കേന്ദ്ര സർക്കാർ 2 വിഷയങ്ങളോടും ഒരുപക്ഷെ മുഖം തിരിയുന്ന സമീപനമാണ് സ്വീകരിച്ചത്. ഇന്ന് എന്താണ് സഭയിൽ കാണാൻ കഴിഞ്ഞത് ഇരുസഭകളിലും? പ്രജീഷ്, ഇന്ന് രാജ്യസഭ ചേർന്നപ്പോൾ തന്നെ രാജ്യസഭ അധ്യക്ഷനായിട്ടുള്ള വെങ്കയ്യ നായിഡു സഭ ഇന്നത്തേക്ക് പിരിച്ചുവിടുകയായിരുന്നു. ഇന്ന് രാജ്യസഭയിൽ ഇന്ന് പ്രധാനമായി ഉയർന്നു വന്ന വിഷയം ആന്ധ്രാപ്രദേശിന് പ്രത്യേക പദവി ആവശ്യപ്പെട്ട് TDP MPമാർ പ്രൊട്ടസ്റ്റ് നടത്തി. അവർ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. ഇതിനെ തുടർന്ന് ഇവരുടെ പ്രതിഷേധം നടുത്തളത്തിലിറങ്ങിയ ആ സമയം തന്നെ രാജ്യസഭ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. ഇതിന് പിന്നിലുള്ള പ്രതിപക്ഷം ആരോപിക്കുന്നത് സഭയിൽ അച്ചടക്കമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സഭ പിരിച്ചുവിടുന്ന ഒരു നടപടി അംഗീകരിക്കാൻ കഴിയില്ല. അതായത് ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയം 6 പ്രതിപക്ഷ പാർട്ടികൾ കേന്ദ്ര സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇത് ചർച്ചയ്ക്കെടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ സഭയിൽ അച്ചടക്കമില്ല എന്ന് പറഞ്ഞ് സഭ പിരിച്ചുവിടുന്ന ഒരു നടപടിയിലേക്ക് ഇവർ നീങ്ങുന്നത് എന്ന് പ്രതിപക്ഷം ശക്തമായ ഒരു ആരോപണമാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. എന്തു തന്നെയായാലും ഇന്നിപ്പോൾ എല്ലാ പാർട്ടികളും വിവിധ വിഷയങ്ങളിൽ സഭ തുടങ്ങുന്നതിന് മുന്നേ തന്നെ പ്രതിഷേധം ആരംഭിച്ചിരുന്നു. ഇതിൽ AIDMK കാവേരി ബോർഡ് വിഷയത്തിൽ പ്രതിഷേധിച്ചപ്പോൾ തൃണമൂൽ കോൺഗ്രസും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. അതേസമയം ലോക്സഭയിൽ ഇന്ന് കാവേരി ബോർഡ് വിഷയത്തിലായിരുന്നു ലോക്സഭ പിരിഞ്ഞത്. ആദ്യം ലോക്സഭ ചേർന്ന് ഇവരുടെ പ്രതിഷേധത്തിൽ 12 മണി വരെ നിർത്തിവെച്ചു. പിന്നീട് 12 മണിക്ക് ശേഷവും പ്രതിഷേധം തുടരുന്ന സാഹചര്യത്തിലാണ് നിർത്തിവെച്ചത്. എന്നാൽ കോൺഗ്രസ് ഇപ്പോൾ ഒരു ഇംപീച്ച്മെന്റ് ചീഫ് ജസ്റ്റിസിനെതിരെ കൊണ്ടുവന്ന ഇംപീച്ച്മെന്റ് മോഷനിൽ പ്രതിപക്ഷ പാർട്ടികൾ തമ്മിൽ ഇപ്പോഴും ഒരു സമവായത്തിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് വെങ്കയ്യ നായിഡുവിന് ഈ ഒരു നോട്ടീസ് നൽകിയിട്ടില്ല. ഇനി കോൺഗ്രസ് മുൻകൈയെടുത്ത് മറ്റു പാർട്ടികളുമായി ചർച്ച ചെയ്യും. ഇതിൽ ഏറ്റവും നിർണായകമാകുന്നത് തൃണമൂൽ കോൺഗ്രസിന്റെ നിലപാടാണ്. അവർ കൂടി അനുകൂലിച്ചു കഴിഞ്ഞാൽ, ഇംപീച്ച്മെന്റ് മോഷനെ അനുകൂലിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രമേയം നാളെ തന്നെ വെങ്കയ്യ നായിഡുവിന് നൽകാനാണ് ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. അതായത് വിഷ്ണു, കൃത്യമായും കേന്ദ്ര സർക്കാർ സഭകളിൽ നിന്നും ഒളിച്ചോടുന്നു. നേരത്തെയൊക്കെ തന്നെ ഇത്തരത്തിൽ സഭാസ്തംഭനം ഉണ്ടാകുമ്പോൾ
കൃത്യമായും ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ തന്നെ സർവകക്ഷി യോഗം വിളിക്കുന്നു, പ്രതിപക്ഷ പാർട്ടികളുമായി ഒരു സമമായ ചർച്ചകൾ നടത്തുന്നു. ഇതിപ്പോൾ സഭ ആരംഭിക്കുമ്പോൾ തന്നെ വിഷയം ഉയർത്തുമ്പോൾ സ്പീക്കർ ഇടപെട്ട്, രാജ്യസഭയിലാണെങ്കിൽ അധ്യക്ഷൻ ഇടപെട്ട് പിരിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ സഭ നിർത്തിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ കൃത്യമായ ഒളിച്ചോടുന്നു എന്ന ആരോപണം ശക്തിപ്പെടുകയാണോ? തീർച്ചയായും പ്രതീഷ്, അതായത് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഈ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ പ്രതിപക്ഷ പാർട്ടികൾക്ക് അത് വലിയൊരു വിജയമാകും. ഇത് എങ്ങനെയും തടയുക എന്നതാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. അതായത് ഈ ബജറ്റ് സമ്മേളനത്തിന്റെ 2ാം പാദം ഈ ഏപ്രിൽ 6-ാം തീയതിയാണ് തീരുന്നത്, അവസാനിക്കുന്നത്. ഇനി കേവലം 4 ദിവസങ്ങൾ കൂടി മാത്രമാണ് സഭയുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 4 ദിവസം കൂടി ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോവുക തുടങ്ങുമ്പോൾ തന്നെ സഭയിൽ അച്ചടക്കമില്ല എന്ന് ചൂണ്ടിക്കാട്ടി സഭ നിർത്തിവെക്കുക, തിരിച്ചുവിടുക എന്ന നടപടി തന്നെയാണ് സ്വീകരിക്കുന്നത്. ഇതിലൂടെ കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെക്കുന്നത്, അല്ലെങ്കിൽ ഈ സ്പീക്കർ ലക്ഷ്യം വെക്കുന്നത്, ഈ ഒരു അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ ഉള്ള അനുമതി നൽകാതിരിക്കുക എന്ന് തന്നെയാണ്. ഇത് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിനെതിരെ ഒരു വിജയമാണ് പ്രതിപക്ഷ പാർട്ടികൾക്കുള്ളത്. ശരി, വിഷ്ണുവാണ് വിശദാംശങ്ങൾ സഭയിൽ നിന്ന്. ഇരു സഭകളിലും പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് നിർത്തിവെക്കേണ്ടി വന്നു. സഭ ഇന്നത്തേക്ക് പിരിഞ്ഞിരിക്കുന്നു. രാജ്യത്തെ പ്രമുഖ ക്ഷീരോത്പാദന സ്ഥാപനമായ അമുൽ ഡയറിയുടെ MD കെ രത്നം രാജിവെച്ചു. 450 കോടി രൂപയുടെ അഴിമതി ആരോപണത്തെ തുടർന്നാണ് രാജി. ടെൻഡർ നൽകുന്നതിലും ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതിലും ക്രമക്കേട് നടത്തിയെന്നാണ് ആരോപണം. 22 വർഷമായി അമുലിന് വേണ്ടി പ്രവർത്തിക്കുന്നു, ഇനി സ്വന്തമായി എന്തെങ്കിലും തുടങ്ങണമെന്ന് രാജിവെച്ച ശേഷം രത്നം പറഞ്ഞു. കേരളത്തിലെ MBBS നിയമനങ്ങൾ ക്രമപ്പെടുത്താനുള്ള സർക്കാർ ഓർഡിനൻസ് അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങി പാലക്കാട് കരുണ മെഡിക്കൽ കോളേജിൽ പ്രവേശനം അനിശ്ചിതത്വത്തിലായ വിദ്യാർത്ഥികൾ. സുപ്രീം കോടതി ഇക്കാര്യത്തിൽ ഇന്ന് വാദം കേൾക്കാനിരിക്കെയാണ് വിദ്യാർത്ഥികൾ കേസിൽ കക്ഷി ചേരാൻ ഒരുങ്ങുന്നത്. കരുണ മെഡിക്കൽ കോളേജിലെ 30 വിദ്യാർത്ഥികളുടെയും കണ്ണൂർ മെഡിക്കൽ കോളേജിലെ 150 വിദ്യാർത്ഥികളുടെയും പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കാനിരിക്കെയാണ് കരുണ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ കോടതിയെ സമീപിക്കാനൊരുങ്ങുന്നത്. മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ഈ വിദ്യാർത്ഥികൾ പ്രവേശനം നേടിയത് എന്നാണ് ആരോപണം. കോളേജ് മാനേജ്മെന്റുകളുടെ വിവാദ പ്രവേശനത്തിൽ വിദ്യാർത്ഥികളുടെ ഭാവി കണക്കിലെടുത്ത് പ്രവേശനം സാധൂകരിക്കാനാണ് സർക്കാർ ഓർഡിനൻസ് തയ്യാറാക്കിയത്. നീറ്റ് പരീക്ഷയിൽ യോഗ്യത നേടിയ തങ്ങളുടെ പ്രവേശനം കോടതി അംഗീകരിക്കണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. എന്ത് അടിസ്ഥാനത്തിലാണ് അവർ ഞങ്ങളുടെ യോഗ്യത ഇല്ലെന്ന് പറയുന്നതിനകത്ത് ഒരു കാര്യമുണ്ട്. ഞങ്ങൾ എല്ലാവരും കറക്റ്റായിട്ട് പരീക്ഷ എഴുതി നീറ്റ് ക്വാളിഫൈഡ് ആയ ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റ് എല്ലായിടത്തും ഇവിടെ സബ്മിറ്റ് ചെയ്തതാണ്. എന്ത് അടിസ്ഥാനത്തിലാണ്? കാരണം ഞങ്ങളെക്കാട്ടിലും റാങ്ക് കുറഞ്ഞ പല കുട്ടികളും പല മെഡിക്കൽ കോളേജിലായിട്ട് പഠിക്കുന്നുണ്ട്. യോഗ്യതാ പരീക്ഷയിൽ തങ്ങളെക്കാൾ മാർക്ക് കുറഞ്ഞ പലരും പല കോളേജുകളിലും പഠിക്കുന്നുണ്ടെന്നും വിദ്യാർത്ഥികൾ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. MBBS പ്രവേശനം നേടിയിട്ടും പരീക്ഷ എഴുതാൻ പോലും കഴിയാത്ത പ്രതിസന്ധിയാണ് നേരിടേണ്ടി വരുന്നതെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. നമ്മൾ ഓഗസ്റ്റിൽ എക്സാം എഴുതേണ്ടതായിരുന്നു. അതിന് ഒരു ദിവസം മുന്നേ നമ്മൾ അതിന്റെ എക്സാം എഴുതാൻ പറ്റൂല എന്ന് ആ ഒരു മാനസികാവസ്ഥയിൽ നമ്മൾ ഇപ്പോൾ റിക്കവർ ചെയ്തില്ല. 2ാമത്തെ എക്സാം നമുക്ക് ഫെബ്രുവരിയിൽ വന്നു, അതും നമ്മൾക്ക് എഴുതാൻ പറ്റില്ല. അതിന് നമ്മൾക്ക് ഒരു ഫേവർ ആയിട്ട് വന്നത് ഓർഡിനൻസ് ആണ്. അതിന് എഗൻസ്റ്റ് ആയിട്ട് ഇപ്പൊ സുപ്രീം കോടതി വിധി അത് നമ്മൾ ആകെ ഡൗൺ ആയിട്ടുള്ള. ഇപ്പൊ സുപ്രീം കോടതി നമ്മൾക്ക് ഫേവറിൽ വന്നാലേ നമ്മൾക്ക് ഇനി പഠനം തുടരാം. സർക്കാർ ഓർഡിനൻസിനെതിരെ മെഡിക്കൽ കൌൺസിൽ ഓഫ് ഇന്ത്യയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. നിയന്ത്രണം വിട്ട ചൈനീസ് ബഹിരാകാശ നിലയം ടിയാൻഗോങ് 1 ദക്ഷിണ പസഫിക്കിന് മുകളിൽ എരിഞ്ഞു തീർന്നു. ബഹിരാകാശ നിലയം പൂർണ്ണമായും ഇരിഞ്ഞമർന്നതായി ചൈനീസ് വെബ്സൈറ്റും വ്യക്തമാക്കി. എന്നാൽ നിലയത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങൾ ഭൂമിയിൽ പതിച്ചതായി അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല. 2011 ടിയാൻഗോങ് 1ന്റെ വിക്ഷേപണം ചൈനീസ് ബഹിരാകാശ യാത്രികർക്ക് പരീക്ഷണങ്ങൾ നടത്താനുള്ള വേദിയാവുക എന്നതായിരുന്നു ബഹിരാകാശ നിലയത്തിന്റെ ലക്ഷ്യം. എന്നാൽ 2013 ചൈന ഈ നിലയത്തിന്റെ പ്രവർത്തനം മരവിപ്പിച്ചതിനെ തുടർന്ന് 2016 ടിയാൻഗോങ്ങിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു. തിരുവനന്തപുരത്ത് കാണാതായ വിദേശ വനിത ലിഗയ്ക്ക് വേണ്ടി നാവികസേനയും കേരള പോലീസും സംയുക്തമായി കോവളം കടലിൽ തിരച്ചിൽ നടത്തി. 6 മുങ്ങൽ വിദഗ്ധരുടെ സഹായത്തോടെയാണ് തിരച്ചിൽ നടത്തിയത്. ഭർത്താവും സഹോദരിയും സർക്കാരിനോട് കടലിൽ തിരയണമെന്ന് അഭ്യർത്ഥിച്ചതിനെ തുടർന്നായിരുന്നു തിരച്ചിൽ. കഴിഞ്ഞ മാസം 14 ചികിത്സയ്ക്കായി എത്തിയ ലിത്വാന സ്വദേശി ലിഗയെ കാണാതായത്. കോവളത്ത് വെച്ച് കാണാതായ വിദേശ വനിതയുടെ ബന്ധുക്കൾ ആവശ്യപ്പെട്ടത് പ്രകാരം മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥനയെ തുടർന്നാണ് കൊച്ചിയിൽ നിന്നും മുങ്ങൽ വിദഗ്ധർ എത്തി കോവളം കടലിൽ തിരച്ചിൽ നടത്തിയത്. എന്നാൽ തിരച്ചിലിൽ ഒരു വിവരവും ലഭിച്ചില്ല. കഴിഞ്ഞ മാസം 14 ലിത്വാന സ്വദേശിയായ ലിഗയെ കാണാതായത്.
ഭർത്താവിനും സഹോദരിക്കുമൊപ്പം ആയുർവേദ ചികിത്സയ്ക്കായി തിരുവനന്തപുരത്തെത്തിയതായിരുന്നു ഇവർ. ലിഗയുടെ തിരോധാനത്തിൽ വ്യക്തമായ അന്വേഷണം നടന്നുവരികയാണ്. എന്നാൽ ഇതുവരെയും ഇവരെ കണ്ടെത്താനായിട്ടില്ല. തുടർന്നാണ് നാവികസേനയുടെ സഹായത്തോടെ കാണാതായ കോവളം കടപ്പുറത്ത് തിരച്ചിൽ നടത്തിയത്. അത്യാധുനിക സൗകര്യമുള്ള ഉപകരണങ്ങളുടെ സഹായത്തോടെയായിരുന്നു തിരച്ചിൽ. ഈ പാറയുടെ ഇടയിൽ എവിടെയെങ്കിലും അവരുടെ എന്തെങ്കിലും കുടുങ്ങി കിടപ്പുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി സോണാർ, അണ്ടർ വാട്ടർ ക്യാമറ മുതലായ സാമഗ്രികൾ, മെഷീനുകൾ ഉപയോഗിച്ചിട്ട് നേവിയുടെ 6 വിദഗ്ധർ വന്നിട്ടുണ്ട്. അവിടുത്തെ ചീഫ് പെറ്റി ഓഫീസർ പ്രേമേന്ദ്രകുമാർ എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലാണ് ഈ 6 പേരും വന്നിട്ടുള്ളത്. ഭാര്യയെ കാണാതായ വിഷമത്തിൽ മനോനില തെറ്റിയ ലിഗയുടെ ഭർത്താവ് ആൻഡ്രൂസ് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കുട്ടികൾക്കായി അവധിക്കാല നീന്തൽ പരിശീലനം ഒരുക്കി ഡിവൈഎഫ്ഐ. എറണാകുളം ജില്ലാ കമ്മിറ്റി നീന്തൽ പരിശീലന ക്യാമ്പിന്റെ ജില്ലാതല ഉദ്ഘാടനം MLA M സ്വരാജ് മഞ്ചനാട്ടിൽ നിർവഹിച്ചു. 20 കേന്ദ്രങ്ങളിലായി നടക്കുന്ന നീന്തൽ പരിശീലനത്തിന് വിദഗ്ധരായ പരിശീലകരുടെ മേൽനോട്ടവും ഉണ്ടായിരിക്കും. നീന്തൽ അറിയാത്തതുമൂലം നിരവധി മുങ്ങിമരണങ്ങളാണ് നടക്കുന്നത്. ഇത് അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഡിവൈഎഫ്ഐ കഴിഞ്ഞ വർഷം തൊട്ട് സൗജന്യ നീന്തൽ പരിശീലനം വിദ്യാർത്ഥികൾക്കായി ആരംഭിച്ചത്. 6000-ലധികം വിദ്യാർത്ഥികളാണ് കഴിഞ്ഞ വേനലവധിയിൽ നീന്തൽ പരിശീലനം നേടിയത്. നാളെ മുതൽ 20 കേന്ദ്രങ്ങളിൽ ജില്ലയിൽ നീന്തൽ പരിശീലനം ആരംഭിക്കുകയാണ്. ഫയർഫോഴ്സിന്റെയും വിദഗ്ധരായ നീന്തൽ പരിശീലകരുടെയും സഹായത്തോടെയാണ് ഈ സൗജന്യ നീന്തൽ പരിശീലനത്തിൽ 10,000 കുട്ടികളെ നീന്തൽ സൗജന്യമായി പഠിപ്പിക്കണമെന്നാണ് ഡിവൈഎഫ്ഐ തീരുമാനിച്ചിരിക്കുന്നത്. ഈ വർഷത്തെ അവധിക്കാല നീന്തൽ പരിശീലന ക്യാമ്പാണ് മഞ്ചനാട്ടിൽ ഞായറാഴ്ച തുടക്കം കുറിച്ചത്. MLA M സ്വരാജ് നീന്തൽ പരിശീലനത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂളിലും കോളേജിലുമെല്ലാം പഠിക്കുന്ന നിരവധി കുട്ടികൾ, ആൺകുട്ടികളും പെൺകുട്ടികളും നമ്മുടെ ജില്ലയുടെ പല ഭാഗങ്ങളിലായി ഇങ്ങനെ മരണപ്പെട്ട വാർത്തയുടെ മുൻപിലാണ് ഡിവൈഎഫ്ഐ കുട്ടികൾക്ക് നീന്തൽ പരിശീലനം കൊടുക്കണം എന്ന തീരുമാനമെടുക്കുകയും ഇത്തരം പ്രവർത്തനം ആസൂത്രണം ചെയ്യുകയും ചെയ്തത്. GCDA ചെയർമാൻ CN മോഹനൻ മുഖ്യാതിഥിയായിരുന്നു. ഫയർഫോഴ്സിന്റെയും വിദഗ്ധരായ പരിശീലകരുടെയും സഹായത്തോടെ 20 കേന്ദ്രങ്ങളിലായാണ് ഡിവൈഎഫ്ഐ പരിശീലന ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പരിമിതികളിൽ തളരാതെ സംഗീതത്തിനായി ജീവിക്കുകയാണ് വർക്കല സ്വദേശി രാജു. ജന്മനാ കാഴ്ചശക്തിയില്ലാത്ത രാജു ഗിത്താറിൽ മാന്ത്രികം സൃഷ്ടിക്കുകയാണ്. ഇത് വർക്കല സ്വദേശി രാജു. അന്ധകാരത്തിലേക്കാണ് ജനിച്ചു വീണതെങ്കിലും അതൊരു കുറവായി കാണാതെ 5-ാം വയസ്സ് മുതൽ സംഗീതം പഠിക്കുകയാണ്. സംഗീതത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ ഇയാൾ നല്ലൊരു ഗിറ്റാറിസ്റ്റാണ്. എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്റെ സ്കൂളിൽ അധ്യാപകനായി എത്തിയ ലാൽരാജ് സാറാണ് രാജുവിന് ഗിറ്റാർ പഠിക്കാൻ പ്രചോദനമായത്. സാറിന്റെ സഹായത്തോടെയാണ് ഗിറ്റാറിന്റെ ആദ്യ പാഠങ്ങൾ പഠിച്ചത്. പിന്നീട് യൂട്യൂബിന്റെ സഹായത്തിൽ കൂടുതൽ പഠിച്ചു. വെസ്റ്റേൺ സംഗീതവും മലയാള സിനിമാ ഗാനങ്ങളുമെല്ലാം രാജുവിന്റെ വിരലുകൾക്ക് അനായാസമാണ്. ഇളയരാജ സാറിന്റെയും MB ശ്രീനിവാസൻ സാറിന്റെയും ഒക്കെ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ അതിനകത്തൊക്കെ ഇങ്ങനെ ഗിറ്റാർ പ്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ട്. പക്ഷെ അത് എങ്ങനെയൊക്കെയാണ് അത് ചെയ്യുന്നത് എന്നൊക്കെ ഒരു ഇത് തോന്നിയപ്പോഴത്തേക്കാണ് ഇതിലേക്ക് വരാൻ ഉണ്ടായ കാരണം എന്ന് പറയുന്നത്. ഗിറ്റാറിനു പുറമെ കീബോർഡിലും രാജു തന്റെ കഴിവുകൾ തെളിയിച്ചിട്ടുണ്ട്. മൃദുസ്മൃതി എന്ന മ്യൂസിക് ആൽബം പുറത്തിറക്കി. ഇതിലെ 8 ഗാനങ്ങളും രാജു തന്നെയാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. തന്റെ പരിമിതിയിൽ തളരാതെ സംഗീത ലോകത്തെ പുതിയ അവസരങ്ങൾക്കായുള്ള രാജുവിന്റെ യാത്ര തുടരുകയാണ്. ക്യാമറാമാൻ രാഹുൽ ചന്ദ്രനോടൊപ്പം നിലിയ വേണുഗോപാൽ, പീപ്പിൾ TV. വയനാട്ടിലെ വനാന്തര വനയോര ഗ്രാമങ്ങളിലെ ഗോത്ര മേഖലകളിലെ ഉദ്യോഗാർത്ഥികൾക്ക് പോലീസ് എക്സൈസ് വകുപ്പിലേക്കുള്ള നിയമനത്തിന്റെ നടപടികൾ പൂർത്തിയാകുന്നു. റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. ജില്ലയിൽ 40 പുരുഷന്മാർക്കും 12 യുവതികൾക്കും നിയമനം ഉണ്ടാകും. ആദ്യഘട്ടത്തിൽ 100 പേർക്കാണ് നിയമനം. രാജ്യത്തു തന്നെ ആദ്യമായാണ് പ്രത്യേക നിയമനത്തിലൂടെ ആദിവാസി മേഖലകളിൽ നിന്ന് ഇത്രയും പേർക്ക് തൊഴിൽ നൽകുന്നത്. സിവിൽ പോലീസ് എക്സൈസ് ഓഫീസർ തസ്തികകളിലേക്കുള്ള റാങ്ക് ലിസ്റ്റാണ് പ്രാബല്യത്തിൽ വന്നത്. കഴിഞ്ഞ ഒക്ടോബറിൽ വിജ്ഞാപനം നടത്തി റെക്കോർഡ് വേഗത്തിൽ നടപടികൾ പൂർത്തീകരിച്ചു. മലബാറിലെ 3 ജില്ലകളിൽ നിന്നുള്ള ആദിവാസി വിഭാഗത്തിൽപ്പെട്ട 100 പേർക്കാണ് ആദ്യഘട്ടത്തിൽ നിയമനമെങ്കിലും 1 വർഷത്തെ കാലാവധിക്കുള്ളിൽ സർക്കാരിന് കൂടുതൽ പേരെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമിക്കാൻ കഴിയും. ഏപ്രിലോടെ ആദ്യഘട്ട നിയമനങ്ങൾ നടക്കും. പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിലെ വനാന്തര വനയോര പ്രദേശങ്ങളിൽ കഴിയുന്ന കാട്ടുനായ്ക്ക, അടിയ, പണിയ വിഭാഗങ്ങളിൽ നിന്നാണ് നിയമനങ്ങൾ. വയനാട്ടിലാണ് കൂടുതൽ പേരെയും നിയമിക്കുക.
ഏപ്രിൽ 5-നകം ഇവർക്ക് അഡ്വൈസ് മെമ്മോ നൽകും. ന്യൂസ് ബ്യൂറോ, വയനാട്. സ്ഥിരം തൊഴിലില്ലാതാക്കുന്ന കേന്ദ്ര സർക്കാർ ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് BMS ഒഴികെയുള്ള പ്രധാന തൊഴിലാളി സംഘടനകൾ സംയുക്തമായി ആഹ്വാനം ചെയ്ത സംസ്ഥാന പണിമുടക്ക് പുരോഗമിക്കുകയാണ്. ഇന്ന് രാത്രി 12 മണിവരെയാണ് പണിമുടക്ക്. KSRTC യൂണിയനുകളും സ്വകാര്യ ബസ് ജീവനക്കാരും ഓട്ടോ ടാക്സി തൊഴിലാളികളും പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ട്. ഇത് ഗതാഗതത്തെ സാരമായി ബാധിക്കുന്നുണ്ട്. സ്വകാര്യ വാഹനങ്ങൾ പുറത്തിറക്കുന്നത് തടസ്സപ്പെടുത്തില്ലെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി നേതാക്കൾ അറിയിച്ചു. റിപ്പോർട്ടിലേക്ക്. പണിമുടക്കിന്റെ ഭാഗമായി പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ഇപ്പോൾ പ്രതിഷേധ പ്രകടനം ആണ് നടക്കുന്നത്. പ്രതിഷേധ മാർച്ച് മ്യൂസിയം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് രാജ്ഭവനിലേക്കാണ്. അവിടെ മാർച്ചും ധർണയും സംഘടിപ്പിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ വിരുദ്ധ നയത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് CITU, INTUC ഉൾപ്പെടെയുള്ള വിവിധ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ ഇന്ന് ഇപ്പോൾ സംസ്ഥാനത്തുടനീളം പണിമുടക്ക് നടത്തുന്നത്. പണിമുടക്ക് ആദ്യ മണിക്കൂറുകളിൽ തെക്കൻ കേരളത്തിൽ പൂർണ്ണമാണ് എന്നുള്ളതാണ്. സ്വകാര്യ വാഹനങ്ങളും ഇരുചക്ര വാഹനങ്ങളും മാത്രമാണ് ഇപ്പോൾ നിരത്തിൽ ഓടുന്നത്. സർക്കാർ മേഖലയിൽ ഹാജർ ഇല്ല. കാരണം സർക്കാർ മേഖലയിലുള്ളവരും അതുപോലെ അധ്യാപകർ അടക്കമുള്ളവരൊക്കെ ഈ പണിമുടക്കിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ജീവനക്കാരെല്ലാവരും തന്നെ ഈ പണിമുടക്കിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സംയുക്ത ട്രേഡ് യൂണിയനുകൾ നേതൃത്വത്തിലാണ് ഇപ്പോൾ രാജ്ഭവന് മുന്നിലേക്ക് മാർച്ച് നടത്തുന്നത്. ഈ ഒരു നയം, കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ നയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് മാർച്ച് നടത്തുന്നത്. എല്ലാ മേഖലയിലുള്ള തൊഴിലാളികളും ഈ മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് അധ്യാപകരുടെ യൂണിയനുകളുടെ പ്രതിനിധികളും അതുപോലെ വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളുമൊക്കെ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. ഇത്തരത്തിൽ രാജ്യത്തിൻ്റെ തൊഴിൽ നിയമങ്ങൾ കാറ്റിൽ പറത്തുന്ന തരത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ് തെറ്റായ നയങ്ങൾ തന്നെയാണ് ഈ ഒരു പ്രതിഷേധത്തിന് കാര്യം. അത് വലിയ രീതിയിൽ തന്നെയാണ് സംസ്ഥാനത്ത് ഈ പണിമുടക്ക് ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. ആശുപത്രി, വിഭാഗം തുടങ്ങിയ മേഖലയിലേക്ക് പോകുന്ന വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട്. ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് പണിമുടക്ക് പൂർണ്ണമാണ്. സുനിലാണ് റിപ്പോർട്ട് നൽകിയത്. കൊല്ലപ്പെട്ട സുപ്രീംകോടതി ജഡ്ജി BH ലോയയുടെ പോസ്റ്റ്മോർട്ടത്തിൽ കൃത്രിമം നടന്നതായി വെളിപ്പെടുത്തൽ. മഹാരാഷ്ട്രയിലെ BJP നേതാവും മന്ത്രിയുമായ സുധീർ മഗന്തിവാറിന്റെ നിർദ്ദേശപ്രകാരം ഭാര്യ സഹോദരനായ ഡോക്ടർ മകരന്ദ് വ്യവഹാരയുടെ നേതൃത്വത്തിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയതെന്ന് ദേശീയ മാധ്യമമായ കാരവാൻ മാഗസിൻ റിപ്പോർട്ട് ചെയ്തു. വിവരങ്ങളുമായി ആനന്ദ് ചേരുന്നു. ആനന്ദ്, അതായത് ലോയയുടെ മരണവുമായി ബന്ധപ്പെട്ട് BJP അധ്യക്ഷൻ അമിത്ഷായ്ക്കെതിരെയൊക്കെ ആരോപണം ശക്തമാകുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് BJP നേതാവിന്റെ ബന്ധുവാണ് ഡോക്ടറായ ബന്ധുവാണ് നടത്തിയതെന്ന വിവരം പുറത്തു വരുന്നു. എന്താണ് ഈ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്? ഇതങ്ങനെയെങ്കിൽ ഇത് വളരെ നിർണായകമായ ഒരു പക്ഷേ ചുരുളഴിയുന്നു എന്ന വ്യക്തതയിലേക്ക് പോകുന്ന ഒരു റിപ്പോർട്ടായി മാറുന്നുണ്ടോ? പ്രമുഖ മാഗസിനിൽ അതിൽ പറയുന്ന പൂർണ്ണ വിവരങ്ങൾ. പ്രജീഷ് സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം, ഇപ്പോഴല്ല കുറച്ച് നാളുകൾക്ക് മുൻപ് തന്നെ ഇത്തരം നിർണായകമായ വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു കാരണവശാലും നമുക്ക് തള്ളിക്കളയാൻ കഴിയാത്ത നിലയിലുള്ള വസ്തുതാപരമായ റിപ്പോർട്ടുകളാണ് ജഡ്ജി ലോയയുടെ മരണവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതെല്ലാം. കാരണം പോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ തന്നെ ഹൃദയസ്തംഭനം മൂലമല്ല മരിക്കുന്നതെന്ന് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ഇതാ കാരവാൻ മാഗസിൻ, ദേശീയ മാധ്യമം കൂടിയായ കാരവാൻ മാഗസിനാണ് ഇപ്പോൾ ഈ നിർണായകമായ വിവരം കൂടി പുറത്തുവിട്ടിരിക്കുന്നത്. പ്രജീഷ് സൂചിപ്പിച്ചതുപോലെ മഹാരാഷ്ട്രയിലെ BJPയുടെ ഏറ്റവും സമുന്നതമായ നേതൃത്വത്തിലിരിക്കുന്നതും മന്ത്രി കൂടിയായിട്ടുള്ള സുധീർ മഗന്തിവാറിന്റെ ഭാര്യ സഹോദരനായ ഡോക്ടർ മകരന്ദ് വ്യവഹാരയുടെ നേതൃത്വത്തിലാണ് ഈ പോസ്റ്റ്മോർട്ടം നടന്നതെന്നത് വളരെ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലായിട്ടാണ് കാരവാൻ മാഗസിൻ പുറത്തുവിട്ടിരിക്കുന്നത്. തീർച്ചയായും അവഗണിക്കാൻ കഴിയാത്ത ഒരു വെളിപ്പെടുത്തലാണിത്. അതിന്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത്, ഔദ്യോഗിക റെക്കോർഡുകളിൽ ജഡ്ജി ലോയയുടെ മരണത്തിന്റെ പോസ്റ്റ്മോർട്ടം നടത്തിയത് ഡോക്ടർ NK തുമ്രാം എന്ന് പറയുന്ന ഒരു ഡോക്ടറുടെ പേരാണ് വെച്ചിട്ടുള്ളത്. പക്ഷെ അതല്ല, വ്യവഹാരയാണ് ഈ പോസ്റ്റ്മോർട്ടത്തിന് നേതൃത്വം കൊടുത്ത സംഘത്തിനെ നയിച്ചത് എന്ന നിലയിലുള്ള വളരെ നിർണായകമായ വെളിപ്പെടുത്തൽ. അതിൽ ഏറ്റവും നിഗൂഢതയുള്ളത്, ഈ വ്യവഹാര എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹം ആദ്യം നാഗ്പൂരിലെ ഒരു ആശുപത്രിയിൽ ജോലി ചെയ്ത ആളാണ്. ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം ഉന്നതമായ രാഷ്ട്രീയ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവിടുത്തെ ഇടപെടലുകൾക്ക് വലിയ സ്വാധീനം ചെലുത്തുന്ന ഒരാൾ കൂടിയാണ് വ്യവഹാര എന്നത് ഈ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട് പ്രതീക്ഷ. അതായത് ദേശീയ നേതൃത്വം ഒക്കെ നടത്തിയിട്ടുള്ള ഇടപെടൽ എന്ന് വേണമെങ്കിൽ കരുതാം. കാരണം സുധീർ മഗന്തിവാർ എന്ന പ്രമുഖനായ നേതാവ് അവിടെ കാര്യങ്ങളെ ഒരുപാട് ഇടപെടൽ നടത്തുന്ന ബന്ധമുള്ള വ്യക്തി കൂടിയാണ്, അദ്ദേഹത്തിന്റെ ബന്ധു. അപ്പോൾ ഈ സംവിധാനം എല്ലാം ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായ തെളിവുകളൊക്കെയും നശിപ്പിക്കുന്ന തരത്തിലേക്ക് പോയിട്ടുണ്ട് എന്ന് അനുമാനിക്കേണ്ടി വരുമോ ആനന്ദ്?
തീർച്ചയായും അങ്ങനെ തന്നെ നമുക്കിപ്പോൾ നിഗമനത്തിൽ എത്തേണ്ടി വരും. പ്രജീഷിന്റെ ചോദ്യം വളരെ നിർണായകമാണ്. തീർച്ചയായും സുധീർ മഗന്തിവാർ എന്ന് പറയുന്ന വ്യക്തി നിസ്സാരക്കാരനല്ല. തീർച്ചയായും മഹാരാഷ്ട്രയിലെ മന്ത്രിയാണ്, BJPയുടെ സമുന്നത നേതൃത്വമാണ്. അതിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വ്യവഹാരം എന്ന് പറയുന്ന ഡോക്ടറെ സംബന്ധിച്ച് അയാൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ രാഷ്ട്രീയമായ ഉന്നത ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായ ഇടപെടലുകൾ നടത്തുകയും സ്വാധീനം ചെലുത്തുകയും ചെയ്തിട്ടുള്ള ഒരു ചരിത്രം അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കുമ്പോൾ ഉണ്ട് എന്ന വെളിപ്പെടുത്തൽ കൂടി കാരവാൻ മാഗസിൻ നടത്തുന്നുണ്ട്. ആ അർത്ഥത്തിൽ പരിശോധിക്കുമ്പോൾ തീർച്ചയായും ഇതിന് പിന്നിൽ ഒരു ഗൂഢാലോചന പ്രവർത്തിച്ചിട്ടുണ്ടെന്ന നിലയിലുള്ള നിർണായകമായ ഒരു വിവരം തന്നെയാണ് ഫോറൻസിക് അട്ടിമറി അടക്കം ഒരു പക്ഷേ നമുക്ക് അനുമാനിക്കേണ്ടി വരും. തീർച്ചയായും അങ്ങനെ പ്രതീക്ഷിക്കേണ്ടി വരും. നേരത്തെ തന്നെ അത്തരം സാധ്യതകളാണ് പുറത്തു വന്നുകൊണ്ടിരുന്നത്. ഹൃദയസ്തംഭനം മൂലം മരണപ്പെട്ട നിലയിലുള്ള വാർത്തകളെ തള്ളിക്കളയുന്ന നിലയിലുള്ള വിശദാംശങ്ങൾ നേരത്തെ തന്നെ വന്നിരുന്നു. അവരുടെ ബന്ധുക്കൾ ഉൾപ്പെടെ ഈ മരണത്തിൽ കൃത്യമായ അന്വേഷണം വേണമെന്നും കൊലപാതകം തന്നെ എന്ന് നിസ്സംശയം പറയുന്ന നിലയിലേക്കുമാണ് കാര്യങ്ങൾ പോയത്. അപ്പോഴെല്ലാം ഈ വാർത്തയെ പലതരത്തിലും അവഗണിക്കുകയാണ് BJPയുടെ ദേശീയ നേതൃത്വം, കേന്ദ്ര സർക്കാരും സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള വലിയ ഭരണസ്ഥിരാ കേന്ദ്രങ്ങളും ഒക്കെ ചെയ്തത്. അതിൽ ആ ഒരു വിഷയത്തിൽ കൂടിയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ ഇംപീച്ച്മെന്റ് നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കൂടി പ്രതിപക്ഷ കക്ഷികളുടെ വിമർശനങ്ങൾ ഉയർന്നു വരുന്നതും എന്നുകൂടി ഈ ഘട്ടത്തിൽ വിലയിരുത്തേണ്ടി വരും. പ്രജീഷ്, അതായത് ഇതിനെ എത്തിപ്പിടിച്ചൊരു കൃത്യമായും കാരണം ഇതിലേക്ക് പോയി, കാരണം തുടരന്വേഷണം ഒക്കെ ആവശ്യപ്പെടുന്നു. സുപ്രീം കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട നിരവധി ഹർജി അതൊക്കെ പരിഗണിക്കുന്ന ഘട്ടത്തിൽ വിവാദമായിട്ടുള്ള ജഡ്ജിമാരുടെയൊക്കെ ഇടപെടലാണ് പല വിമർശനങ്ങൾക്കും. നേരത്തെ ആനന്ദ് തന്നെ സൂചിപ്പിച്ചതുപോലെ ചീഫ് ജസ്റ്റിസ് ഇതിനെ പോലും ആരോപണങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ കാരണം. അപ്പോൾ എന്തായാലും ഇതിലെ കാരവൻ മാഗസീനെ പോലെയുള്ള ഒട്ടനവധി സ്റ്റിംഗ് ഓപ്പറേഷനുകളൊക്കെ നടത്തി കാര്യങ്ങൾ പുറത്തെത്തിച്ചിട്ടുള്ള മാഗസീനാണ് കാരവൻ മാഗസീൻ. ക്രെഡിബിലിറ്റി ഉള്ള മാഗസീനാണ്. അപ്പോൾ കൃത്യമായ വസ്തുത അടിസ്ഥാനത്തിൽ തന്നെയാണ് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനെ എന്തായാലും ഒരു പുതിയ സാഹചര്യത്തിൽ ഇതിന്റെ ഇമ്പാക്ട് കൂടുതലാണ്. തീർച്ചയായും ഈ പുതിയ സാഹചര്യത്തിൽ ഇതിന്റെ ഇമ്പാക്ട് എന്നതിനപ്പുറത്തേക്ക് വളരെ നിർണായകവും വഴിത്തിരിവുള്ളതും കൂടിയാണെന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും. കാരണം ഡോക്ടർ മകരന്ദ് വ്യവഹാര എന്ന് പറയുന്ന ആളുടെ ഡോക്ടർ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കപ്പെടുമ്പോൾ അങ്ങനെ കൂടി ഒരു നിർണായകമായ വെളിപ്പെടുത്തൽ കൂടി കാരവാൻ മാഗസിൻ നടത്തുന്നുണ്ട്. അതാണ് ഇത്തരം ഒരു ചൂണ്ടിക്കാണിക്കലിലേക്ക് അവരെ പ്രേരിപ്പിക്കുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ഇദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം RSS BJP രാഷ്ട്രീയ നേതൃത്വവുമായി കൃത്യമായി ബന്ധം പുലർത്താനും അത്തരം രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് താൻ തീരുമാനിക്കുന്ന താൻ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ ഇടപെടൽ നടത്താനും വലിയ അർത്ഥത്തിൽ ശ്രമിച്ചിട്ടുള്ള സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരാളാണെന്നത് ഇതിന്റെ ആഘാതം കൂടുതൽ അല്ലെങ്കിൽ ഇതിന്റെ ഒരു ആഴം കൂടുതൽ വർദ്ധിപ്പിക്കുന്നു. നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന നിലയിലേക്ക് അവരുടെ ബന്ധുക്കളും അതായത് ജഡ്ജി ലോയുടെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ വാദിച്ച വാദമുഖങ്ങൾക്ക് വലിയ അർത്ഥത്തിലുള്ള അടിസ്ഥാനമുണ്ട്. ഈ വിവരങ്ങൾ നിർണായകമാണ് എന്ന് സ്ഥിരീകരിക്കേണ്ട നിലയിലേക്കുള്ള വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ കാരവാൻ മാഗസിൻ പുറത്തുവിടുന്നത്. പ്രജീഷ്, വ്യക്തമാണ്. ജസ്റ്റിസ് ലോയയുടെ മരണകാരണത്തിലടക്കം പോസ്റ്റ്മോർട്ടം അടക്കം ഇടപെടൽ ഉണ്ടായിട്ടുള്ളതായിട്ടാണ് പ്രമുഖ മാഗസീൻ പുറത്തേക്ക് വിടുന്ന വാർത്ത. കാരവൻ മാഗസീനാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. പ്രമുഖ BJP നേതാവ് സുധീർ മഗന്തിവാറിന്റെ ബന്ധുവായ ഡോക്ടറാണ് പോസ്റ്റ്മോർട്ടത്തിന് നേതൃത്വം നൽകിയത് എന്നാണ് ഏറ്റവും പുതിയ വെളിപ്പെടുത്തൽ. രാജസ്ഥാനിൽ കർഷക സമരത്തിന് നേരെ പോലീസിന്റെ വെടിവയ്പ്. സമാധാനപരമായി സമരം നടത്തിയ കർഷകർക്ക് നേരെയാണ് പോലീസ് വെടിവെച്ചത്. കിസാൻ സഭാ നേതാവ് അമ്രാറാം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു പോലീസിന്റെ ആക്രമണം. ജയ്പൂർ ജില്ലയിലെ ചോമുവിനടുത്ത് അനധികൃതമായി സ്ഥിതി ചെയ്യുന്ന ടോൾ പ്ലാസ പൂട്ടണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ 22 ദിവസമായി അഖിലേന്ത്യാ കിസാൻ സഭ സമരത്തിലാണ്. ടോൾ പ്ലാസ അനധികൃതമായാണ് പ്രവർത്തിക്കുന്നതെന്നാണ് സമരക്കാരുടെ നിലപാട്. സമരത്തെ അഭിസംബോധന ചെയ്ത് അഖിലേന്ത്യാ കിസാൻ സഭ വൈസ് പ്രസിഡന്റ് അമ്രാറാം പ്രസംഗിക്കുമ്പോഴായിരുന്നു പോലീസിന്റെ വെടിവെപ്പ്. യാതൊരു പ്രകോപനവുമില്ലാതെയായിരുന്നു പോലീസ് സമരത്തിന് നേരായി ഗ്രനേഡും ടിയർ ഗ്യാസും പ്രയോഗിച്ചതെന്ന് നേതാക്കൾ ആരോപിച്ചു. പോലീസ് അക്രമത്തിൽ അമ്രാറാം ഉൾപ്പെടെ 12 പേർക്ക് പരുക്കേറ്റു. അറസ്റ്റ് ചെയ്ത അമ്രാറാമിനെ സമോദ് പോലീസ് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി. അതേസമയം അറസ്റ്റ് ചെയ്ത തങ്ങളുടെ നേതാക്കളെ നിരുപാധികം വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് കർഷകർ ജില്ലാ കളക്ടറേറ്റ് ഉപരോധിക്കുകയാണ്. കർഷക സമരങ്ങളെ അടിച്ചമർത്തുന്ന രാജസ്ഥാൻ സർക്കാരിന്റെ നടപടിയിൽ CPIM പോളിറ്റ് ബ്യൂറോ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. രാജസ്ഥാനിലെ കർഷക സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന കിസാൻ സഭാ നേതാക്കളെ വസുന്ധര രാജ സർക്കാർ അടിച്ചമർത്തുകയാണെന്ന ആരോപണം ശരിവയ്ക്കുന്നതാണ് രാജസ്ഥാൻ സർക്കാരിന്റെ പുതിയ നടപടി. ന്യൂസ് ഡെസ്ക്. കേരളത്തിലെ MBBS നിയമനങ്ങൾ ക്രമപ്പെടുത്താനുള്ള സർക്കാർ ഓർഡിനൻസ് ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങി പാലക്കാട് കരുണ മെഡിക്കൽ കോളേജിൽ പ്രവേശനം അനിശ്ചിതത്തിലായ വിദ്യാർത്ഥികൾ. സുപ്രീം കോടതി ഇക്കാര്യത്തിൽ ഇന്ന് വാദം കേൾക്കാനിരിക്കെയാണ് വിദ്യാർത്ഥികൾ കേസിൽ കക്ഷി ചേരാൻ ഒരുങ്ങുന്നത്. കരുണ മെഡിക്കൽ കോളേജിലെ 30 വിദ്യാർത്ഥികളുടെയും കണ്ണൂർ മെഡിക്കൽ കോളേജിലെ 150 വിദ്യാർത്ഥികളുടെയും പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കാനിരിക്കെയാണ് കരുണ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ കോടതിയെ സമീപിക്കാനൊരുങ്ങുന്നത്. മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ഈ വിദ്യാർത്ഥികൾ പ്രവേശനം നേടിയത് എന്നാണ് ആരോപണം.
കോളേജ് മാനേജ്മെന്റുകളുടെ വിവാദ പ്രവേശനത്തിൽ വിദ്യാർത്ഥികളുടെ ഭാവി കണക്കിലെടുത്ത് പ്രവേശനം സാധൂകരിക്കാനാണ് സർക്കാർ ഓർഡിനൻസ് തയ്യാറാക്കിയത്. നീറ്റ് പരീക്ഷയിൽ യോഗ്യത നേടിയ തങ്ങളുടെ പ്രവേശനം കോടതി അംഗീകരിക്കണമെന്നാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. എന്ത് അടിസ്ഥാനത്തിലാണ് അവർ ഞങ്ങളുടെ യോഗ്യത ഇല്ലെന്ന് പറയുന്നതിനകത്ത് ഒരു കാര്യമുണ്ട്. ഞങ്ങൾ എല്ലാവരും കറക്റ്റായിട്ട് പരീക്ഷ എഴുതി നീറ്റ് ക്വാളിഫൈഡ് ആയ ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റ് എല്ലായിടത്തും ഇവിടെ സബ്മിറ്റ് ചെയ്തതാണ്. എന്ത് അടിസ്ഥാനത്തിലാണ്? കാരണം ഞങ്ങളെക്കാട്ടിലും റാങ്ക് കുറഞ്ഞ പല കുട്ടികളും പല മെഡിക്കൽ കോളേജിലായിട്ട് പഠിക്കുന്നുണ്ട്. യോഗ്യതാ പരീക്ഷയിൽ തങ്ങളെക്കാൾ മാർക്ക് കുറഞ്ഞ പലരും പല കോളേജുകളിലും പഠിക്കുന്നുണ്ടെന്നും വിദ്യാർത്ഥികൾ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. MBBS പ്രവേശനം നേടിയിട്ടും പരീക്ഷ എഴുതാൻ പോലും കഴിയാത്ത പ്രതിസന്ധിയാണ് നേരിടേണ്ടി വരുന്നതെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. നമ്മൾ ഓഗസ്റ്റിൽ എക്സാം എഴുതേണ്ടതായിരുന്നു. അതിന് ഒരു ദിവസം മുന്നേ നമ്മൾ അറിയുന്നത് എക്സാം എഴുതാൻ പറ്റൂലെന്ന്. ആ ഒരു മാനസികാവസ്ഥ നമ്മൾ ഇപ്പോഴും റിക്കവർ ചെയ്തില്ല. രണ്ടാമത്തെ എക്സാം നമ്മൾക്ക് ഫെബ്രുവരിയിൽ വന്നു. അതും നമ്മൾക്ക് എഴുതാൻ പറ്റില്ല. അതിന് നമ്മൾക്ക് ഒരു ഫേവർ ആയിട്ട് വന്നത് ഓർഡിനൻസ് ആണ്. അതിന് അഗേൻസ്റ്റ് ആയിട്ട് ഇപ്പൊ സുപ്രീം കോടതി വിധി അത് നമ്മൾ ആകെ ഡൗൺ ആയിട്ടുള്ള. ഇപ്പൊ സുപ്രീം കോടതി നമ്മൾക്ക് ഫേവറിൽ വന്നാലേ നമ്മൾക്ക് ഇനി പഠനം തുടരാം. സർക്കാർ ഓർഡിനൻസിനെതിരെ മെഡിക്കൽ കൌൺസിൽ ഓഫ് ഇന്ത്യയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ജേക്കബ് തോമസിനെതിരായ കോടതിയലക്ഷ്യ നടപടി സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു. കോടതിയലക്ഷ്യം നടത്തിയതായി ജേക്കബ് തോമസ് തോന്നുന്നില്ല എന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ഹരീഷ് ചേരുന്നു. ഹരീഷ്, എന്താണ് ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്? ജേക്കബ് തോമസ് ഹൈക്കോടതിയുടെ തുടർ നടപടി സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. അതിപ്പോൾ സ്റ്റേ ഉണ്ടായിരിക്കുന്നു. എന്താണ് കോടതി സുപ്രധാനമായും നിരീക്ഷണങ്ങൾ നടത്തിയിരിക്കുന്നത്? വിശദാംശങ്ങൾ. പ്രജീഷ്, ജേക്കബ് തോമസിനെതിരായ കോടതിയലക്ഷ്യ കേസിൽ സ്റ്റേ ജേക്കബ് തോമസ് കോടതിയലക്ഷ്യ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല. സംവിധാനത്തിനെതിരെ അദ്ദേഹം പ്രതികരിച്ചത്, അല്ലാതെ കോടതിയുമായി ബന്ധപ്പെട്ട ജഡ്ജിമാർക്കെതിരെയല്ല അദ്ദേഹം പ്രതികരിച്ചത് എന്നൊരു നിരീക്ഷണത്തിലാണ് കോടതി എത്തിയിരിക്കുന്നത്. ഇനി മുതൽ സുപ്രീം കോടതിയാണ് ഇപ്പോൾ ഈ ഹർജി പരിഗണിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ജേക്കബ് തോമസിനെതിരായ കോടതിയലക്ഷ്യ കേസിൽ സ്റ്റേ അനുവദിക്കരുതെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അതൊന്നും സമ്മതിക്കാതെ കേസിൽ സ്റ്റേ അനുവദിക്കുകയായിരുന്നു. ഇനി മുതൽ കേസ് സുപ്രീം കോടതി പരിഗണിക്കും. അതുപോലെ തന്നെ ജസ്റ്റിസുമാർ AK സിക്രി, അതുപോലെ തന്നെ അശോക് ഭൂഷൺ എന്നിവരുന്ന ബെഞ്ചിന് മുമ്പാകെയാണ് ഇന്നിപ്പോ കേസ് പരിഗണിച്ചത്. ഈ വരുന്ന രണ്ട് വ്യക്തികളാണ് ഇപ്പൊ കേസിൽ സുപ്രധാനമായ വിധി പറഞ്ഞിരിക്കുന്നത്. ഇനി മുതൽ ജേക്കബ് തോമസിന്റെ കേസ് സ്റ്റേ ചെയ്തു. ഇനി മുതൽ കേസ് സുപ്രീം കോടതിയായിരിക്കും ഇനി മുതൽ പരിഗണിക്കുക. ഈ ഹൈക്കോടതിയുടെ മുതിർന്ന അഭിഭാഷകനായ V ഗിരിയാണ് ഹൈക്കോടതിക്ക് വേണ്ടി ഹാജരായിട്ടുണ്ടായിരുന്നത്. എന്തായാലും ജേക്കബ് തോമസിന് അനുകൂലമായ തരത്തിലൊരു വിധിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ജേക്കബ് തോമസിനെതിരെ കോടതിയലക്ഷ്യ നടപടിയുടെ വിശദാംശങ്ങളെല്ലാം തന്നെ അദ്ദേഹം സുപ്രീം കോടതി അറിയിച്ചിരുന്നു. അതുപോലെ തന്നെ കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ 2018 ഫെബ്രുവരി 26 ചീഫ് സെക്രട്ടറി മുഖാന്തരം അയച്ച പരാതിയിൽ കേരള ഹൈക്കോടതിയിലെ 2 ജഡ്ജിമാർക്കെതിരെ ആരോപണം ഉന്നയിച്ചതും അന്വേഷണം ആവശ്യപ്പെട്ടതും കോടതിയലക്ഷ്യത്തിന്റെ പരിധിയിൽ വരുന്ന നിലപാടാണ് ഹൈക്കോടതിക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ ഇത് രണ്ടും ഹൈക്കോടതിക്ക് നിലപാടിൽ ഹൈക്കോടതി പറഞ്ഞത് തെറ്റാണ്. അതായത് ശരിക്കും സുപ്രീം കോടതി പറഞ്ഞു ഇത് രണ്ടും അതിന്റെ പരിധിയിൽ വരില്ല. അദ്ദേഹം സംവിധാനത്തിനെതിരെയാണ് പ്രതികരിച്ചിരിക്കുന്നത്, അല്ലാതെ ജഡ്ജിമാരുടെ പേര് എടുത്തു പറഞ്ഞിട്ടില്ല. അത് ജഡ്ജിമാർക്കെതിരെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. ഹൈക്കോടതി ജഡ്ജിമാരായ P. ഉബൈദ്, അതുപോലെ തന്നെ എബ്രഹാം മാത്യു എന്നിവർക്കെതിരെ കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ അയച്ച കത്തിൽ ആരോപണം ഉന്നയിക്കുകയും അത് മാധ്യമങ്ങളുടെ ജേക്കബ് തോമസ് പ്രചരിപ്പിക്കുകയും ചെയ്തു എന്ന പരാതിയിലാണ് ഹൈക്കോടതി സംസ്ഥാന വിജിലൻസിന്റെ മുൻ മേധാവിക്ക്, അതായത് ജേക്കബ് തോമസിനെതിരെ കോടതി നടപടി ആരംഭിച്ചിരുന്നത്. അതിനാണ് ഇപ്പോൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. പ്രതീഷ്, ശരി. ഈ മറ്റു വാർത്തകൾ ചുരുക്കത്തിൽ.